നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവേ, ഞങ്ങൾ ഗൂഗിൾ മീറ്റുമായി കർത്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതിൽ കയറിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് കർപ്പന്റെ സന്നിധിയിൽ കഴിക്കുന്ന ആരാധനകളെ, സങ്കീർത്തനങ്ങള്, ഭജന ശുശ്രൂഷ എല്ലാം കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന കുടുംബങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ട് കടന്നു വരാനിരിക്കുന്നവരെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്ന ആൾ സ്തോത്രം സകലതും യേശുനാമത്തിൽ തന്നെ ആമീൻ. പെണ്ണമാമിച്ച് പാട്ട് പാടി. സ്തോത്രം 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 രാത്രികാലം കർത്താവേ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ സഹായിക്കുന്ന കാണുവാൻ പ്രാർത്ഥിക്കാൻ നിറയ്ക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നത്. രാത്രികാലം ഇല്ലായിരിക്കാൻ സഹായിക്കണം. എല്ലാ മക്കളെ ഇന്നത്തെ വചനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നത്. കേൾക്കുന്ന ജീവിതത്തിൽ സഹായിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. പകർന്നിടുക മനമുരുകി വെള്ളം പോലെ കർത്തൃസന്നിധോ. പകർന്നിടുക മനമുരുകി വെള്ളം പോലെ കർത്തൃസന്നിധി. തളർന്നിരിക്കും പൈതങ്ങൾക്കായി നിലവിളിക്കൽ. തളർന്നിരിക്കും പൈതങ്ങൾക്കായി നിലവിളിക്കാം. നിലവിളിക്കാം 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 എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. ഉണർന്നിടുക കണ്ണുനീരിൻ മറുപടിക്കായി. ഉണർന്നിടുക സോദരനെ കണ്ണുനീരിൻ മറുപടിക്കായി. ആകേറിൻ ദൈവം കണ്ണുനീരിൽ വെളിപ്പെടുകേ. ദൈവം ആകാരിൻ ദൈവം കണ്ണുനീരിൽ വെളിപ്പെടും. നിലവിളിക്കാം നിലവിളിക്കാം എഴുന്നേറ്റു നിലവിളിക്കാം. നിലവിളിക്കാം നിലവിളിക്കാം എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കാലങ്ങൾ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കടന്നു വരൂ കർത്തനരികിൽ കരഞ്ഞേടമനം തകർന്നോ. കടന്നു വരൂ കർത്തനരികിൽ കരഞ്ഞേടമനം തകർന്നോ. തലമുറയെ അടിമയാക്കാ ശത്രുശക്തി ഉയർന്നിടുമ്പോൾ. തലമുറയെ അടിമയാക്കാ ശത്രുശക്തി ഉയർന്നിടുമ്പോൾ. നിലവിളിക്കാം നിലവിളിക്കാം
എഴുന്നേറ്റു നിലവിളിക്കാം 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 എഴുന്നേറ്റു നിലവിളിക്കാം യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം കരഞ്ഞിടുമ്പോൾ കനിവുള്ളവൻ കരം തന്നു താങ്ങി നടത്തും കരഞ്ഞിടുമ്പോൾ കനിവുള്ളവൻ കരം തന്നു താങ്ങി നടത്തും കരുതലോടെ കരവിരുതിൽ കൺമണി പോൽ കാത്തുപാലിക്കും കരുതലോടെ കരവിരുതിൽ കൺമണി പോൽ കാത്തുപാലിക്കും നിലവിളിക്കാം നിലവിളിക്കാം എഴുന്നേറ്റു നിലവിളിക്കാം 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 എഴുന്നേറ്റു നിലവിളിക്കാം കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ ആരാധന ആരാധന യാകുന്ന ദൈവത്തിന് ആരാധന 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 യാകുന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ഇറങ്ങുന്ന അബ്രഹാമിന്റെ ദൈവത്തിന് ആരാധന പ്രളയുടെ ലോക്കിൽ ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ദൈവത്തിന് ആരാധന മലയിൽ ഇസഹാക്കിന്റെ ദൈവത്തിന് ആരാധന മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിന്റെ ദൈവത്തിന് ആരാധന ആരാധന യാകുന്ന ദൈവത്തിന് ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന 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 ആത്മാവിലും സത്യത്തിലും ആരാധന ആബോക്കെന്ന കടലിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന യാക്കോബെന്ന കടലിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന ആരാഗ്രഹത്തിൽ വീര്യം പ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന ആരാഗ്രഹത്തിൽ
വീര്യം പ്രവൃത്തി ചെയ്ത യോസഫിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിന്റെ ദൈവത്തിനാരാധന. മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിന്റെ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിന്റെ ദൈവത്തിനാരാധന. മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ത്രേമെന്ന ദേശത്തു മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. ത്രേമെന്ന ദേശത്തു മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിന്റെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാകുന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന.
സ്തോത്രം കർത്താവേ, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ പ്രിയപ്പെട്ട മാംശയ കർത്താവ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ധാരാളമായി മാതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് സങ്കീർത്തന വായനയ്ക്കുള്ള സമയമാണ്. അതിനായി മോളി സാമുവലിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. 22-ാം സങ്കീർത്തനം, ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എന്നാൽ നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്ത് എനിക്ക് സ്വസ്ഥതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു. അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിന്നിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു പുഴു അത്രേ. മനുഷ്യരാൽ അപമാനിതനും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവൻ അവനെ രക്ഷിക്കട്ടെ. അവനിൽ പ്രസാദമുള്ളതിനാൽ അവൻ അവനെ വിടുവിക്കട്ടെ. നീയല്ലോ എന്നെ ഗർഭാശയത്തിൽ നിന്നും പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എന്റെ ദൈവമാകുന്നു. കഷ്ടം അടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത്. സഹായിക്കുവാൻ ആരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു. കരുത്തുള്ള ബാശാൻ കാളകൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ആർത്തിയോടെ അലറുന്ന സിംഹം പോലെ അവർ എനിക്കെതിരെ വായു പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ ഒഴുകപ്പെട്ടു. എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെ ആയി. എന്റെ ഉള്ളിൽ അത് ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളും കാലുകളും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുക്കുന്നു. എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ, അകന്നിരിക്കരുതേ. എന്റെ തുണയായവനെ, എന്നെ സഹായിക്കുവാൻ വേഗം വരേണമേ. വാളിൽ നിന്ന് എന്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ നിന്റെ നാമം എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിക്കുവീൻ. യാക്കോബിന്റെ സകല സന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ. ഇസ്രായേലിന്റെ സർവ സന്തതികളുമേ അവനെ ഭയപ്പെടുവീൻ. പീഡിതന്റെ കഷ്ടത അവൻ അവഗണിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണെ ഞാൻ എന്റെ നേർച്ചകൾ അർപ്പിക്കും. എളിയവർ ഭക്ഷിച്ചു തൃപ്തരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും ജീവിച്ചിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയിലേക്ക് തിരിയും. ജനങ്ങളുടെ സംശയങ്ങളൊക്കെയും നിന്റെ മുൻപാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജനങ്ങളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും തന്റെ പ്രാണനെ രക്ഷിക്കുവാൻ കഴിയാത്തവനും അവന്റെ മുൻപാകെ കുമ്പിടും. 22-ാം സങ്കീർത്തനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 22-ാം സങ്കീർത്തനം 31 വാക്യങ്ങളുള്ള സങ്കീർത്തനമാണ്.
എന്തേലും തെറ്റുണ്ടെങ്കിൽ ദൈവമക്കൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാ പറയുന്നത്. ഉഷസ്സിൻ മാൻപേട എന്ന പുരാതന സംഗീത രാഗത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലമായി 1 ശമൂവേൽ 30-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ദാവീദ് സ്ഥലത്തില്ലായിരുന്ന സന്ദർഭം നോക്കി ശത്രുക്കൾ സിഗ്ല എന്ന ദാവീദിന്റെ നഗരം ആക്രമിക്കുകയും തന്റെ ഭാര്യയെയും പുത്രന്മാരെയും പിടിച്ചുകൊണ്ടുപോയി ദാവീദിൻ തിരികെ വന്നപ്പോൾ ദാവീദ് ദാരുണമായ വാർത്തയാണ് അവിടെ കേൾക്കുവാനിടയായത്. കൂടെയുള്ളവർ ദാവീദിനെ കല്ലെറിയുക അവൻ തുടങ്ങി. അപ്പോൾ ദാവീദ് ഒറ്റപ്പെട്ടവനായി ജീവിതത്തിൽ സംഭവിച്ച വലിയ ദുരന്തമോർത്ത് കരയുന്നതായി ഉള്ള ഒരു പാട്ടാണ് സങ്കീർത്തനം 22-ാം അധ്യായം. 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഉൾക്കൊള്ളുന്നു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്തേ? ചരിത്രപരമായി ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. എങ്കിലും ദാവീദ് പ്രവചനാത്മാവിൽ യേശുക്രിസ്തുവിന്റെ മരണം സംഭവിക്കുന്നത് പോലെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ ഈ സങ്കീർത്തനം രേഖപ്പെടുത്തുകയാണ്. വേദപുസ്തകം പഠിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഇത് പിടിച്ച് ഉലയ്ക്കുന്നത് പോലെ ബൈബിൾ പ്രവചനങ്ങളുടെ കൃത്യമായ നിവർത്തികൾ എന്നുള്ളത് ഇത് ഒരു മശിഹായ്ക്ക് സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം 3 തലക്കെട്ടുകളായിട്ടാണ് തിരിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. 2, ക്രൂശ് മരണത്തിന്റെ അനന്തര ഫലമായി ഒരു പുതിയ സന്തതി ജനിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. 3, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ ദൈവസന്നിധിയിലുള്ള കടപ്പാടുകളാണ്. ഇവിടെ ദാവീദ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട 6 പ്രവചനങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ആക്കമിട്ട് നിരത്തുന്നുണ്ട്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ എന്നുള്ള നിലവിളിയാണ്. 2, ഇവിടെ ദാവീദ് നിലവിളിച്ച നിലവിളിയാണ് യേശുക്രിസ്തു ക്രൂശിൽ നിലവിളിച്ചത്. ഇന്ന് നമ്മൾ ഓർക്കണം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം പൊടുന്നനവേ സംഭവിച്ച കാര്യം അല്ല. നേരത്തെയിലെ അല്ല, നിത്യതയിലെ നിർണയിക്കപ്പെട്ടതാണ്. ആ ദൈവത്തിന്റെ നിത്യതയിലെ നിർണയിക്കപ്പെട്ടതാണ്. ആ ദൈവിക വചനം ചരിത്രത്തിൽ തന്റെ തികവിൽ ഭൂമിയിൽ സംഭവിച്ചു എന്നതാണ് വസ്തുത. അപ്പോസ്തലനായ പ്രവാചകൻ അപ്പോസ്തല പ്രവർത്തികൾ 4:27-28 വാക്യത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ദാവീദ് നിലവിളിച്ച് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്നായിരുന്നു. അതിന്റെ നിവർത്തിയായി സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ്: ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബത്കാനി എന്ന് ഉറക്ക നിലവിളിച്ച് അതിനെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ എന്നർത്ഥം. 2-ാമത്തെ പ്രവചനം ക്രൂശിതനായ ക്രിസ്തുവിനെ ജനം പരിഹസിച്ചതുമായി ബന്ധപ്പെട്ടാണ്. സങ്കീർത്തനവാക്യം 22-7-8 വാക്യം: ക്രൂശിൽ യേശു കിടക്കുമ്പോൾ വഴിപോകുന്നവരും അവിടെ നിന്നവരുമൊക്കെ യേശുവിനെ അങ്ങനെ തന്നെയാണ് പരിഹസിച്ചത്. വചനത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 27-39 വാക്യം: കടന്നുപോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു. അതുപോലെ തന്നെ മർക്കോസ് 15-29 മുതൽ 30 വാക്യങ്ങൾ: ആ വഴിയെ പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു പറഞ്ഞത്.
മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. മൂന്നാമത്തെ പ്രവചനം യേശുവിന്റെ കൈകളും കാലുകളും തുളച്ചു എന്നുള്ളതാണ്. ക്രൂശിൽ യേശുവിനെ ആണി അടിച്ച് കൊണ്ട് കൊന്നത് തിരുവചനത്തിന്റെ പ്രവചനം, അതിലെ നിവൃത്തിയും ഞാൻ വായിക്കാം. വാക്യം 16. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യോഹന്നാൻ 20:25. ഞാൻ അവന്റെ കൈകളിൽ വിരലുകൾ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 4. അങ്കിക്കായി ചീട്ടിടുകയാണ്. യേശുവിന്റെ വസ്ത്രം പടയാളികൾ വീതിച്ചെടുത്തു. അത് പ്രവചന നിവർത്തിയാണ്. തിരുവചനത്തിലാണ് വാക്യം. തിരുവചന നിവർത്തിയിലാണ് വാക്യം. 18. അവർ അവന്റെ വസ്ത്രം പകുത്തെടുത്ത് തന്റെ അങ്കിയിൽ അവർ ചീട്ടിടുന്നു. അതിന്റെ നിവർത്തി യോഹന്നാൻ 19:23-24 വാക്യം. ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ ഒക്കെ വന്നു. പക്ഷെ ദൈവത്തിന്റെ വസ്ത്രം പകുത്തെടുക്കുന്ന അങ്കിക്കായി ചീട്ടിടുന്ന സംഭവം ഒന്നും നടന്നിട്ടില്ല. അത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലാണ് നിവർത്തിയായത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോകും. സത്യത്തിൽ ഈ പ്രവചനങ്ങളും അതിന്റെ നിവർത്തികളും ഭംഗിയായി പഠിക്കുന്നവർക്ക് ഇത് വല്ലാതെ പിടിച്ച് ഉലയ്ക്കും. കാരണം BC 1000-ലാണ് ദാവീദ് ജീവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം AD 1-ാം നൂറ്റാണ്ടിൽ പ്രഥമ കാലത്താണ് നടക്കുന്നത്. 100 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് എന്നതുപോലെ പ്രവചിക്കാണ്. ഇത്ര കൃത്യമായുള്ള പുസ്തകമാണ്. ബൈബിളിലെ പ്രവചനത്തെ കുറിച്ച് ഇങ്ങനെയാണ് പ്രവചിക്കുന്നത്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉള്ളവയല്ലാതെന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മാ നിയോഗത്തോടെ സംസാരിച്ചത് അത്രയാകുന്നു. പ്രവാചകവാക്യം സ്ഥിരമായി നമുക്ക് ഉണ്ട്. നേരം വെളുക്കുകയും നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുന്ന സ്ഥലത്ത് പ്രകാശിക്കുന്ന പ്രകാശം പോലെ അതിന് പ്രവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കണ്ടാൽ നന്ന്. 5-ാമത്തെ പ്രവചനം യേശു ക്രിസ്തുവിനെ ദാഹിക്കുന്നു എന്ന് ഉള്ളതാണ്. എങ്കിൽ സങ്കീർത്തനം 15-ാം വാക്യത്തിന്റെ 15-ാം വാക്യം, എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു, നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടിരിക്കുന്നു. 69-ാം സങ്കീർത്തനത്തിൽ 29-ാം വാക്യത്തിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് വന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. 21 വായിച്ചോ, കണ്ടിന്യൂ ചെയ്യും. അവർ എനിക്ക് ഭക്ഷിക്കുവാൻ കയ്പ് തന്നു, എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചെറുക്ക കുടിക്കുവാൻ തന്നു. അതിന്റെ നിവർത്തി യോഹന്നാന്റെ സുവിശേഷം 19:28 തിരുവെഴുത്തിൽ നിവർത്തിക്കും. ആവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ച ഒരു പാത്രം ഉണ്ടായിരുന്നു. അവരൊരു സ്പോങ്ങിൽ പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിൽ മേൽ വെച്ച് അവന്റെ വായോട് പിടിപ്പിച്ചു.
ഈ 6 പ്രവചനങ്ങളും ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഒത്തിരി മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. 22-ാം സങ്കീർത്തനം ദാവീദിന്റെ ദുഃഖവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അനുഭവിച്ച കഷ്ടപ്പാട് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുക എന്ന ഈ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവനാമത്തിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാൻ മോളിയെ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. അതിനായി ഈ സമയങ്ങളെ വേർതിരിക്കാം. അനേക വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ആദ്യമായി നമുക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് ആത്മീയ ദേശി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം. സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനെ, രാജാതിരാജാവേ, കർത്താവേ, താൻ മാത്രം അമർത്യമുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരുമിച്ച് വരിക കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഒരു മാസക്കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നല്ല കർത്താവേ. അപ്പാ ഹല്ലേലൂയ. കഴിഞ്ഞ 4 മാസക്കാലം കർത്താവേ അവിടുന്ന് ഞങ്ങളെ ജയോത്സവമായി നടത്തി ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്ന് പരിപാലിച്ച കർത്താവേ. ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും അപ്പന്റെ ദൃഷ്ടി ഞങ്ങൾ ഓരോ കുടുംബത്തെ മേലും ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ഉണ്ടായിരുന്നല്ലോ കർത്താവേ. അപ്പാ രാത്രികാല സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. അപ്പന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ 1000 ദിവസത്തെക്കാൾ ഉത്തമമാകയാൽ നന്ദിയോടെ സ്തോത്രം സ്തോത്രം. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടിയാലോടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നരുളി ചെയ്ത കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവേ. ആദ്യോടന്തം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ ഇരുത്തണമേ കർത്താവേ. ഓരോ കുടുംബങ്ങളെ കർത്താവേ അവരുടെ ഭാരമേറിയ വിഷയങ്ങളെ സ്തോത്രത്തോടപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂമി 2 പേരായി മധ്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രനെ മഹത്വപ്പെടേണ്ടേന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾക്ക് പലതും ഭാരമാപ്പാ. രാത്രി കർത്താവെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2.5 വർഷക്കാലം ജയോത്സവമായി ഞങ്ങളെ നടത്തിയല്ലോ കർത്താവ്. ഓരോ ദിവസവും കർത്താവെ പാടുവാന്, പ്രാർത്ഥിക്കുവാന്, വചനം സംസാരിക്കുവാന്, പ്രബോധിപ്പിക്കുവാന്, പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രിയപ്പെട്ടവരെ എല്ലാം ഒരുക്കിയല്ലോ. വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ ഒരുമിച്ച് അപ്പച്ച ഒരു കുടക്കീഴിൽ അവിടുന്ന് കൊണ്ടുവന്ന വൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്ര നന്ദി പറയണോ അപ്പച്ച, എത്ര സ്തുതിക്കണോ അപ്പച്ച. സ്തുതി സ്തോത്രങ്ങൾ ആരാധനകൾ അങ്ങേക്ക് സൗരഭ്യവാസനയുള്ള ആരാധനയായി തീരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം. രാത്രി കർത്താവേ കയറിയ കുടുംബങ്ങളെ പേര് പറഞ്ഞേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മളമ്മയെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധന ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം കഴിഞ്ഞ കർത്താവേ ആളുകളായി ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഇന്ന് ശുശ്രൂഷിപ്പാ ദൈവം തന്ന സാഹചര്യത്തിനായി സ്തോത്രം. തലമുറകളെ 3 പേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇഞ്ചുവൈതങ്ങളെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന രാജ്യത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പൊ ആ രാജ്യത്ത് നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ എല്ലാ അഭിഷിക്തന്മാരെ ഏൽപ്പിച്ച് ഭരണാധികാരികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ സ്തോത്രം സ്തോത്രം. ജപിബ്രതനെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ നിന്റെ മകനെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ഭരണാധികാരികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിഞ്ചു പൈതലിനെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന, ആരാധനയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകാതെ വണ്ണം കർത്താവേ പൈതലിനെ അവിടുന്ന് സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ കർത്താവേ. പൈതൽ വളർന്ന് ഞാനെന്ന് പറഞ്ഞ ആത്മാവി ബലപ്പെട്ടെന്ന് പറയുവാൻ നിന്റെ പൈതലിനെ സഹായിക്കണം
സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മോളി അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ സങ്കീർത്തനം പ്രബോധിപ്പിക്കുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്ര. സാഹചര്യങ്ങളെ അനുകൂലമാക്കി കൊടുത്ത ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന കർത്താവെ ഞെങ്ങി ഞെരുങ്ങി ദൈവസന്നിധിയിൽ ഒരു വാക്കുപോലും പറയാൻ കഴിയാതിരുന്ന കർത്താവെ, ഒരു ഹന്നായെ പോലെ ഒരു മുങ്ങയെ പോലെ ഞെരങ്ങിയിരുന്ന അവസ്ഥയിൽ കർത്താവ് ഇത്രത്തോളം എന്റെ മകളെ പുറത്തു കൊണ്ടുവന്നതിനായി സ്തോത്ര. രാജ്യത്തൊരു കർത്താവ് നെടുംതൂണാക്കി നിന്റെ മകളെ മാനിക്കാൻ പോകുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം. ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയത്തക്ക നിലവാരത്തിൽ കർത്താവ് എന്റെ മകളിലുള്ള ശുശ്രൂഷകളെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവ് നന്നായി ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ തക്കവണ്ണം സാഹചര്യം ഒരുക്കിയതിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവെ ന്റെ ക്രൂശീകരണത്തെ കുറിച്ച് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രബോധിപ്പിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം. കർത്താവെ കാൽവറി ക്രൂശിന്റെ ചുവട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരിക കർത്താവ്. അവിടെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു കർത്താവെ. അങ്ങയുടെ ഓരോ തുള്ളി രക്തവും ഞങ്ങളുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് കർത്താവെ. ഞങ്ങൾ തങ്ങളെ തന്നെ സമർപ്പിക്കുക കർത്താവെ. അപ്പാ അങ്ങയുടെ ക്രൂശിൽ പങ്കാളികളാകുവാൻ കർത്താവെ ഞങ്ങളെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കവിത അങ്ങയുടെ കാര്യങ്ങളെ കുടുംബമായി ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ നിന്റെ മകൾ നാളുകളായി കർത്താവെ ഭാരമേറിയ വിഷയമായി ദൈവസന്നിധി ഇരിക്കുമ്പോൾ കർത്താവെ അതിൽ വലിയ മറുപടികൾ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുവാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. അപ്പാ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. അപ്പാ ഹൃദയത്തിന്റെ നിലവാരം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കർത്താവെ നിന്റെ മകളെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന സ്ഥലത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളെ കൊച്ചുമക്കളെ ഏൽപ്പിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ, പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ കർത്താവെ ഇറക്കി വെച്ച വിഷയത്തിന്റെ മുൻപിൽ വരും ദിവസങ്ങളിൽ കർത്താവ് വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പ യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തെന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ മകളെ സഹായിക്കണമേ. അനേക പ്രിയപ്പെട്ടവർ നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് കർത്താവെ. എന്റെ േറിയ വെള്ളത്തിന്മേലെറിഞ്ഞാലും അതിരട്ടിയായി മറുപടി തരുമെന്ന് അങ്ങയുടെ വാഗ്ദത്തം കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളൊന്നും നഷ്ടമായി പോകുകയില്ലപ്പാ. ആവേ സ്തോത്രം 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 കർത്താവെ. മോളിമാമെ കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ മാതാവിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ എത്രത്തോളം കൊടുത്ത വലിയ സൗഖ്യത്തിനായി സ്തോത്ര. ആയുസിന്റെ മേലധികാരമുള്ള കർത്താവെ. ആരോഗ്യം കൊടുക്കണം, സൗഖ്യം കൊടുക്കണം, ബലം കൊടുക്കണം കർത്താവെ. അപ്പച്ച യേശുവേ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ പിഞ്ചു വൈതലിനെ രക്തം കൊണ്ട് മുദ്രയിടുന്നപ്പ നാളെ പകൽക്കാലം വൈതൽ ഒരു വയസ്സൂടെ പൂർത്തി ഒരു വയസ്സിലേക്ക് പ്രവേശിക്കുന്നല്ലോ അപ്പാ. പൈതലിനെ കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവൻ പരിപാലിച്ച ദൈവത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിച്ച പ്രാർത്ഥിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. മുനിമാമെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാരനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവെ. കൂടുതൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ നിന്റെ മകളെ സഹായിക്കണം. നിന്റെ മകളും ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ സ്വർഗത്തിലെ അപ്പാ. കർത്താവ് വിഷയങ്ങളെല്ലാം സ്വർഗം അറിയുന്നല്ലോ. അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴ്ത്താണി കർത്താവെ ഇരിക്കുന്നതിന്റെ മകളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. എണ്ണച്ചാന്റെ ബിസിനസിനെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓർക്കുന്നു, പിഞ്ചു വൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ഷേർലിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. എന്റെ മകളെ ആയിരിക്കുന്ന മണ്ണിൽ കർത്താവെ എത്രത്തോളം കരുതിയല്ലോ. ഏപ്രിൽ കർത്താവെ മെയ് 8 മകൾ മടങ്ങി വരുമ്പോൾ ആരോഗ്യവും സൗഖ്യവും ബലവും കൊടുക്കണമേ കർത്താവെ. പിഞ്ചു വൈതലിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കണം. മകളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ്. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ കർത്താവെ. അങ്ങയുടെ വഴി കർത്താവെ അഗോചരമാ കർത്താവ്. മനുഷ്യൻ മറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കർത്താവെ ആ കുടുംബം അവരൊരുമിച്ച് പാർക്കുവാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സുശീലേശ്വര കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ദേശത്ത് നടക്കുന്ന പ്രാർത്ഥനകളെ കർത്താവെ, കുടുംബത്തിൽ നടക്കുന്ന പരസ്യയോഗങ്ങളെ എല്ലാം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് കുടുംബമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. മകന്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ നോക്കുമ്പോൾ ശൂന്യത, എന്നാൽ കർത്താവെ അവിടുന്ന് പൂർണ്ണമായ പടകിൽ എൻ്റെ അപ്പൻ കയറിയപ്പോൾ അത് നിറഞ്ഞതുപോലെ കർത്താവെ ദിവസങ്ങൾ ആ മകൻ കുടുംബമായി ദൈവസന്നിധി വന്ന് ഈ മാതാപിതാക്കന്മാരോട് ഒരുമിച്ച് സഹോദരിയോട് ഒരുമിച്ച് ആരാധിപ്പാൻ സ്വർഗം ഇടയാക്കാൻ പോകുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളത് വിശ്വാസ കണ്ണാൽ കാണുക കർത്താവേ. അപ്പാ രശ്മിശ്രേ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ കഴിഞ്ഞൊരു മാസക്കാലം നിന്റെ മകൾ നാട്ടിലായിരുന്നല്ലോ കർത്താവേ. അപ്പൊ നാളെ പകൽക്കാലം നിന്റെ മകൾ മടങ്ങി പോകുമ്പോൾ കർത്താവെ ദേശത്ത് വന്ന് അനേക കൂട്ടായ്മ കൂടുവാൻ പരസ്യങ്ങളിലൊക്കെ ദൈവോധന ഉയർത്തുവാനൊക്കെ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. തലമുറകളെ ഏൽപ്പിക്കുന്ന ജീവിത പങ്കാളി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യാത്രയിലൊക്കെ കൂടെ ഇരിക്കണം, വാഹനത്തിന് മുൻപും പിമ്പും കൂടെ ഇരിക്കണം കർത്താവെ. അപ്പച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അസാധാരണ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാനിടയാക്കണം. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നീതിയാക്കി കണക്കിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശൈലസ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർമ്മേൽ പ്രയർ ഗ്രൂപ്പ് ആ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറണം കർത്താവെ. അപ്പച്ച എന്റെ മകൾ മാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവ് തെരഞ്ഞെടുക്കുവാൻ നിന്റെ മകളെ സഹായിക്കണം കർത്താവെ. ആ രാജ്യത്ത് അങ്ങ് അയച്ചെങ്കിൽ അയച്ചവന്റെ പ്രവൃത്തി വെളിപ്പെടുമാറാകണം കർത്താവ്. ഇത്രത്തോളം നിന്റെ മകളെ വളർത്തിയതിനായി സ്തോത്രം കർത്താവെ. ക്രിസ്തു എന്ന തലയോളം അങ്ങ് വളരുമാറാക്കണമേ കർത്താവെ. അപ്പച്ച എന്റെ മകൾക്ക് നല്ല ജോലിയെ കൊടുത്ത് അപ്പാ ഒരു സ്പോൺസർഷിപ്പും കരങ്ങളിൽ കൊടുത്ത് കർത്താവെ. അപ്പാ നല്ലൊരു ഭാവി നിന്റെ മകൾക്ക് കൊടുക്കണം. പറഞ്ഞതപ്പനാ കർത്താവെ. വാക്തത്വം വലുതാണ് കർത്താവെ. അതുപോലെ അപ്പുറം പ്രതികൂലങ്ങളും ഉണ്ടെങ്കിലും അപ്പാ ആ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. കിച്ചുവിനെയും ചെറിയാനെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സാറായിക്ക് കൊടുത്ത വലിയ വിടുതലുകൾക്കായി സ്തോത്രം അപ്പച്ച. എന്റെ കർത്താവെ, ഇനി ആർക്കും ഒരു ചിക്കൻ ബോക്സ് ഉണ്ടാകല്ലേ. ആ ദേശം വിടുവിക്കപ്പെടണം കർത്താവെ. അപ്പൊ അനേക കുഞ്ഞുങ്ങളൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ ആ ദേശത്ത് പോയി കിടക്കുമ്പോൾ കർത്താവെ ഒരു പ്രകൃതിയുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് ആർക്കും ഉണ്ടാകുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. സമാധാനത്തിന്റെ ദൈവം അവിടുന്ന് കുഞ്ഞുങ്ങളെ സമാധാനത്തിൽ നിറയ്ക്കണമേ. ശാന്തത കൊടുക്കണം. ദൈവകൃപയിൽ മുന്നേറുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറാമ്മച്ചാണ്ടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കർത്താവെ, അനുവിനെ അനീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അമ്മച്ചാനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പാ ഇനി മകൻ ആരോഗ്യവും സൗഖ്യവും ബലവും കൊടുക്കണമേ കർത്താവെ. അപ്പാ അനീഷിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക വേഗത്തിൽ കർത്താവെ. അനീഷിനെ, അഞ്ജലിക്ക് കർത്താവെ, ആശയ്ക്ക്, അച്ഛയുടെ സഹോദരനൊക്കെ കർത്താവ് വേഗത്തിൽ ഒരു വിവാഹം നടക്കുവാൻ കർത്താവ് ഒരുക്കി വെച്ചത് മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തണമേ കർത്താവെ. തടസ്സങ്ങളെ നീക്കണമേ കർത്താവെ. അപ്പച്ചാ വേഗത്തിൽ കർത്താവെ തക്കതായ തുണയെ നടത്തി നല്ല വിവാഹത്തെ ശുശ്രൂഷയൊക്കെ ചെയ്തെടുക്കുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ആനിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച എന്റെ മക്കളെ അവിടുന്ന് പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുക. സഹോദരന് വലിയ വിടുതൽ കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം കർത്താവെ. അവരെ കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൂനും കർത്താവെ വേഗത്തിൽ നല്ലൊരു വിവാഹം നടക്കുവാൻ കർത്താവിടയാക്കണമേ അപ്പച്ച. എന്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആര് വേഗരായി തീരുവാനിടയാ ക്കലേ കർത്താവേ. അപ്പാ സ്തോത്രം അപ്പാ. ബിന്ദുവിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആര്യോർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. എന്റെ മകൾക്ക് ഒരു വഴിയും വാതിലും തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. എന്റെ ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ലല്ലോ കർത്താവിനുള്ള മുഖാന്തരങ്ങളെ സാമ്പത്തികം മറ്റു പേപ്പർ വർക്കൊക്കെ വേഗത്തിൽ ചെയ്തെടുക്കുവാന് കർത്താവെ നിന്റെ മകൾ ആഗ്രഹിക്കുന്ന സമയമല്ല. അപ്പൊ അങ്ങയുടെ സമയത്ത് നിന്റെ മകൾ പോകുവാന് അപ്പൊ അത് അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പച്ച. വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ബിന്ദുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വിജയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആരാധനയ്ക്ക് ഒരു തടസ്സം നിന്റെ മകൻ പറയുവാനിടയാക്കല്ലേ കർത്താവെ. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നപ്പാ. എന്റെ കർത്താവെ, അവരും ഞാനും എന്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയത്തക്ക നിലവാരത്തിൽ എന്റെ ദൈവം അവിടെ പ്രവൃത്തി അയക്കണമേ കർത്താവെ. അപ്പച്ചാ സ്തോത്രം. എന്റെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നീട്ടണമേ കർത്താവെ. അപ്പച്ചാ
ഈ രാത്രി കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒത്തിരി അഭിഷിക്തന്മാര് കയറി ഇറങ്ങി, അവരെല്ലാം നന്ദിയോടെ അങ്ങനെ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. മനോജ് ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ 3-ാം തീയതി നിന്റെ മകൻ നാട്ടിലേക്ക് പോകുന്നല്ലോ, ഒരു മാസക്കാലം നാട്ടിൽ നിൽക്കുമ്പോൾ കർത്താവെ നീ അങ്ങേക്ക് പ്രയോജനമായി തീരുവാൻ താവെ ദേശങ്ങളിൽ ഓടി നടന്ന് ശുശ്രൂഷ എടുക്കുവാൻ തക്കവണ്ണം ശുശ്രൂഷയുടെ വാതിൽ തുറന്നു കൊടുക്കണം. കുടുംബമായി താവേ ചെയ്യുന്ന എല്ലാ ദൈവപ്രവൃത്തികളും, എല്ലാ ദൈവികമായ കാര്യങ്ങളിൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുമാറാകണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വാക്തത്വം പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും വേഗത്തിൽ മറുപടി കൊടുത്തു മാനിക്കണം. തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ദേശത്ത് ഈ കുടുംബത്തെ കർത്താവെ അങ്ങ് കണ്ടിരിക്കാൻ കൂടെ അനേകായിരങ്ങൾക്ക് അപ്പച്ച ഒരു പുതപ്പായി തീരുവാൻ, ഒരു സ്നേഹത്തിന്റെ പുതപ്പായി തീരുവാൻ കർത്താവ്, ഒരു കരുണയുടെ പുതപ്പായി തീരുവാൻ അപ്പച്ച നിന്റെ മക്കളെ കുടുംബമായി സഹായിക്കണമേ കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങളുടെ ഗ്രൂപ്പിൽ വചനവുമായി നിന്റെ മകൾ നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വചന ശുശ്രൂഷ അനുഗ്രഹമായി തീരുന്നു ഓർത്ത് സ്തോത്രം. നമ്മൾ നടക്കുന്ന എല്ലാ ഗ്രൂപ്പുകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓഫ്ലൈൻ മീറ്റിങ്ങുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ രാത്രി അപ്പച്ച റോഷിനി എന്ന് പറഞ്ഞ സിസ്റ്റർ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പച്ച. എന്റെ മകളെ സഹായിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പ. ഓടി കർമ്മേലി കയറിയത് കർത്താവെ എന്റെ മകളുടെ കുടുംബത്തിന് ഒരു അസാധാരണ വിടുതലിന് കാരണമായി തീരുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം അപ്പ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അപ്പൊ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. ബാബു ബ്രദറിനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുക അപ്പച്ച. എന്റെ മകളുമായിരിക്കും മകനുമായിരിക്കുന്ന സാഹചര്യങ്ങൾ അറിയുന്നില്ല. 13-ാം തീയതി നടക്കുന്ന വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. വിവാഹമൊക്കെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുക അപ്പച്ച. സ്തോത്രം സ്തോത്രം സ്തോത്രം. ജൈനി അങ്ങയുടെ കാര്യങ്ങളെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവ സാന്നിധ്യം എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും സ്തോത്രത്തോടൊപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥി. അല്പസമയം ഞങ്ങളുടെ പാതപിടത്തിലിരിക്കട്ടെ, സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. ഒന്ന് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമീൻ ആമീൻ. ഇത്രത്തോളം നല്ല സമയത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന കർത്താവെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ അർപ്പിച്ച ഗ്രേസ്യ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിഷിക്തന്മാരെ എല്ലാം വഹിച്ചുകൊണ്ട് ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ചാൽ. കേൾക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അനുഗ്രഹമായ ഈ പരിപാടിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ മക്കൾ ഒരുമിച്ച് പല രാജ്യങ്ങളും ഞാൻ അയച്ചിരിക്കുന്ന കർത്താവേ, നീ ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇങ്ങനെ മീറ്റിംഗിൽ കർത്താവെ ഞങ്ങൾ പല രാജ്യത്തു നിന്ന് കർത്താവെ കർത്താവിന്റെ ഭാഗമാക്കായി തീരുവാൻ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേക പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ദൈവാസിയ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടുതലിരിക്കണമേ. ദൈവപ്രവൃത്തി അവർ വെളിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ദൈവമേ നീ അവരെ ഒരു രഹസ്യം പരസ്യമായി പ്രാർത്ഥന ദൈവം അത്ഭുതം ചെയ്യണമേ. ദൈവത്തിന്റെ ഹിതത്തിനനുസരണമായി ജീപ്പാനുള്ള ദൈവകൃപയാൽ നിറക്കണം. അവർക്ക് വേണം ജീവൻ ഭക്തിക്ക് വേണ്ട എല്ലാ നന്മകളാലും നിറക്കണം എന്ന് അവിടെ അപേക്ഷിക്കുന്നു കർത്താവെ. അതുപോലെ കർത്താവെ ഈ കർത്താവ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരിക്കുന്ന ദൈവാസിയും കുടുംബം അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ഇസ്രായേലിലേക്ക് ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ നീതി വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് സൂം ദിവസനെ നിയന്ത്രിക്കുന്ന ദൈവാസിനെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. ഇന്ന് സങ്കീർത്തനം വായിച്ച ദൈവാസിയെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന സങ്കീർത്തനം പ്രവർത്തിക്കുവാൻ കർത്താവെ നിലയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പാടുന്ന അമ്മച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തനായി സ്തോത്രം. പിന്നെ കർത്താവെ വചനം സൂക്ഷിക്കുന്ന ദൈവാസിയും കർത്താവെ കുടുംബം അനുഗ്രഹിക്കണമേ. ഇതിൽ കടന്നു വന്നാൽ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങൾ കൂടി വരുന്ന ദൈവനാമത്തിനായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം ഓരോരുത്തർക്ക് വേണ്ടി വരുത്തിന് കർത്താവ് പരസ്പരം ഇടിവ് നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് യുവതന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്ഥിതിക്കും ഭേദം എന്ന പോലെ കർത്താവ് ഞങ്ങൾ പരസ്പരം ഇടിവ് നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സ്ഥിതികൾക്കും അവരുടെ സ്ഥിതികൾക്കും ഭേദം വരുവാൻ കർത്താവ് ആക്കണമേ. ഈ മീറ്റിംഗ് വന്ന ആരും വൃതാവായി പോകാതെ, ആരും വിഷമിക്കുന്നവരായി തീരാതെ, ആരും ഭാരം അനുഭവിക്കാതെ തീരുവാൻ കർത്താവ് ഇടയാക്കാതെ ദൈവപ്രവൃത്തി വിളിക്കണമേ. പ്രത്യേക വിഷയിച്ചിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ്. ആ രാജ്യത്തെ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ്. കർത്താവ് യുദ്ധം കാശ്മീരിലെ ചില പ്രശ്നങ്ങളാൽ യുദ്ധത്തിന്റെ വരവ് മാറ്റിലേക്ക് കേട്ടിരിക്കുമ്പോൾ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ഹിതം കർത്താവ് നിങ്ങൾ യുദ്ധസ്ഥിതിയിലും കേൾക്കുമ്പോൾ കർത്താവ് സഞ്ചാരപ്പെടുത്തുക. അത് ദൈവം എന്റെ അവസാനമല്ല എങ്കിൽ ഈ വേണ്ടി ആരംഭമാണ് കർത്താവ്. ദൈവമേ കർത്താവ് നിന്റെ പ്രവൃത്തി വരുവാനുള്ള കർത്താവ് വരാനുള്ള മുന്നറിയിപ്പായുള്ള ഇതിലൊക്കെ കാണുമ്പോൾ കർത്താവ് ഞങ്ങൾ ഒരുങ്ങി ഞങ്ങളുടെ പ്രത്യാശ പുതുക്കി ഞങ്ങളുടെ പ്രാണപ്പന്റെ വരവിനെ ഒരുക്കി തീർക്കുവാൻ കർത്താവ് ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ഉപേക്ഷിക്കും കർത്താവെ.
പേര് എല്ലാവരും ഒരു പ്രാർത്ഥന കേൾപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പലവിധ സ്ഥലങ്ങളിൽ കർത്താവ് ദൈവമേ, പല സ്റ്റേറ്റുകളിൽ കർത്താവ് ദൈവാസന്മാർ ജയിലേറെ പാർക്കുന്നുണ്ട്. അനേക ആലയങ്ങൾ കർത്താവെ അടച്ചിരിക്കുന്നുണ്ട്. കർത്താവെ സുവിശേഷന്റെ വാതിൽ വഴി അടയുമ്പോൾ കർത്താവെ ദൈവമേ, എവിടെ വാതിൽ അടയുന്നു അവിടെ ദൈവം ശക്തമായിട്ട് പ്രവർത്തിക്കും. കർത്താവ് ദൈവപ്രവൃത്തി ആര് ഓരോ സ്റ്റേറ്റിന്മേലും അതിന്റെ ഭരണാധികാരികളിലും ആ ദേശത്തുള്ള കർത്താവിന്റെ എല്ലാ പഞ്ചായത്തുകളിലും ഡിവിഷനിലും വാർഡുകളിലും കർത്താവ് ജില്ലകളിലും എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ഓരോരുത്തരും വെളിപ്പെടുന്ന അപേക്ഷിക്കും. കർത്താവെ സുവിശേഷം നടത്തുന്നതായി ദൈവാസന്മാർ ജയിലേറെ കുഞ്ഞുങ്ങളും കർത്താവ് കുടുംബമൊക്കെ പട്ടിണി ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് കേൾപ്പിക്കുന്ന കർത്താവ് ദൈവമേ, സുവിശേഷനായിട്ട് കർത്താവെ അനേകരെ വിളിച്ച് വേർതിരിക്കുന്നു. അനേകരെ ഈ നാൾ എഴുന്നേൽപ്പിക്കുന്നത് ശക്തന്മാരെ അഭിഷേക്തന്മാരെ എഴുന്നേൽക്കാം. അന്ത്യകാലത്ത് ഞാൻ സാർജ്യത്തിന്മേലും ആത്മാവിനെ പോലും എന്റെ പുത്രന്മാരും പ്രവചിക്കും ദൈവത്തിന്റെ വചന പ്രകാരം. കർത്താവെ അനേകരെ ദൈവം എടുത്ത് ഉപയോഗിക്കണമേ. അനേക ദൈവമക്കളെ അനേക ദൈവവാസന്മാരെ കർത്താവെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ ദൈവമേ, ഏലിയാവ് പറഞ്ഞു ഞാൻ ഒരുവൻ മാത്രം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വാൽ മുട്ടുമടക്കാതെ 7000 പേരുണ്ടെന്ന് പറഞ്ഞ പോലെ കർത്താവെ ദൈവത്തിന് വേണ്ടിയുള്ളവരെ കർത്താവ് ഇവിടെ ആയിരിക്കുന്നവരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഞാൻ കൊച്ചു കേരളത്തിൽ മാത്രം അതിന്റെ ഭരണമൊക്കെ വല്ലാതെ കർത്താവ് തകർത്ത് കളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കർത്താവ്. എങ്കിലും കർത്താവ് നന്നാകാൻ കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും കർത്താവ് കഴിയത്തില്ല. ഭരണമേൽക്കും അതിന്റെ കർത്താവ് വരുന്ന ലക്ഷണമാകുമ്പോൾ കർത്താവ് ആരോടും കഴിയാത്ത സമയത്ത് എന്റെ ദൈവം വരുന്നുള്ള വചനത്തിന്റെ വാക്കുകളിയാണ് കർത്താവ്. അതുപോലെ ഇന്ത്യ കേരളത്തിന്റെ എല്ലാ വിവിധ സ്റ്റേറ്റുകളെ അവിടെയുള്ള ചർച്ചകളെയും അവിടെ ദൈവമക്കളെ അവരുടെ മനുഷ്യരാശിയും എല്ലാം വെൽപ്പിക്കുന്ന കർത്താവെ ദൈവപ്രവൃത്തി ദൈവാസന്മാരെ ദൈവ കുടുംബങ്ങളെ എല്ലാം മുഖത്ത് പ്രാർത്ഥിക്കും. സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം മുഖത്ത് പ്രാർത്ഥിക്കും. കർത്താവെ ദൈവപ്രവൃത്തി എല്ലാം വെളിപ്പെടുന്നതിന് അപേക്ഷിക്കും. കർത്താവയുടെ ഈ കർത്താവ് സ്റ്റേറ്റുകളിൽ കർത്താവ് ഇതിലായിരിക്കും വേൾഡിന്റെ വിവിധ ഭാഗങ്ങളായിരിക്കും അവിടെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം മുഖത്ത് പ്രാർത്ഥിക്കും. ദൈവ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ദൈവമക്കളെല്ലാം മുഖത്ത് പ്രാർത്ഥിക്കും. കർത്താവെ ദൈവപ്രവൃത്തി കർത്താവ് വേൾഡിന്റെ എല്ലാ വൻകരയെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതം പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്തണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ അവിടെയുള്ള സുവിശേഷകന്മാരെ ദൈവമക്കളെ കർത്താവെ ലുദിയായി സംസാരിച്ച പോലെ കർത്താവെ അനേകരുടെ ഹൃദയങ്ങൾ കർത്താവ് തുറക്കണേ. ഒരു സ്ത്രീ കൊണ്ട് കർത്താവെ ദേശം ഇളക്കാൻ കഴിഞ്ഞെങ്കിൽ കർത്താവെ ദൈവമേ, ഒരു ഞങ്ങൾ ചെറിയ കൂട്ടമായിട്ടുണ്ടെങ്കിൽ കർത്താവ് ചില ജീവിതങ്ങളെ കർത്താവ് ചില രാജ്യങ്ങളെടുത്ത് ഉപയോഗിച്ച് അനേകരെ പിടിപ്പിക്കപ്പെടും. കർത്താവ് അന്ത്യകാലത്ത് ഉണർവിനായിട്ട് അനേകരെടുത്ത് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കും. ദൈവപ്രവൃത്തി രാജ്യങ്ങളും ദേശങ്ങളും വെളിപ്പെടുന്നത് ഞങ്ങൾ കേരളത്തിൽ ഒരു രാജ്യങ്ങളെ ജില്ലകളെ വാർഡുകളെല്ലാം ഏൽപ്പിക്കും. കർത്താവ് എല്ലാ വിഷയം ദൈവാത്തി പറഞ്ഞ വിഷയങ്ങളെല്ലാം സമയൊരുക്കത്താൽ ഞാൻ ചുരുക്കി പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും. കർത്താവെ എല്ലാവരെയും ആളാമൃതപേര് കർത്താവെ ഒരു പ്രാവശ്യം ദൈവകാര്യങ്ങളിലേക്ക് ദൈവപ്രവർത്തികൾ പരിശുദ്ധാത്മാവി ഈ ആരാധന രീതിയിൽ ഇതിൽ കടന്നു വന്നിട്ടുള്ള ദൈവാസന്മാരെ മുമ്പ് കടന്നു വന്നിട്ടുള്ള ഇതിൽ കയറിയ എല്ലാ ജീവിതങ്ങളും ഒരു പ്രാവശ്യം കൂടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ദൈവം കർത്താവെ അവർക്ക് എല്ലാ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. ഇനി കടന്നു വരാൻ അനേകരെ വിളിച്ച് കൂട്ടി ചേർക്കണമേ. അനേക ദൈവാസമായി ധരിപ്പിക്കണമേ. ദൈവപ്രവർത്തി വെളിപ്പെടണം. കർത്താവ് പ്രാർത്ഥനയിലേക്ക് തന്നെ ആമേൻ 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 അമീൻ അമീൻ. ആമേൻ. പ്രാർത്ഥിച്ച ആ സഹോദരനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്ക് നമ്മുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കടഭാരത്തിലായിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി മോളി സാമുവലിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളും. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവെ അവിടുത്തെ പ്രിയമക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ അപ്പറ്റ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ. രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാജസ്ഥാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. മറ്റു സഹോദരങ്ങളെ എല്ലാം വഹിച്ചു കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നുള്ള തിരുവചനത്തിന്റെ ശക്തി കർത്താവെ ഈ സഹോദരങ്ങളുടെ മേൽ ഈ രാത്രി പകർന്ന് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിഞ്ചവൈതങ്ങൾ മുതൽ കർത്താവെ കുടുംബജീവിതത്തിലായിരിക്കുന്ന പൈതങ്ങളെ വരെ കർത്താവെ അപ്പറ്റ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും വിദ്യാഭ്യാസത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ബാലാരിഷ്ടയിൽ നിന്നെല്ലാം കർത്താവ് അവരെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തക്ക സമയത്ത് കർത്താവെ തക്ക തുണിയെ കർത്താവ് ഒരുക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൈതലിന് വേണ്ടി കർത്താവെ
നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശയുടെ സഹോദരനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. മനുഷ്യനേകനായിരിക്കുന്ന എന്നല്ല, ഞാൻ തക്ക തുണയെ നൽകുമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവ് ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ശീഘ്രം നിവർത്തിക്കുന്ന കരം കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോകരാജ്യങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകരാജ്യങ്ങളുടെ അറിവിന്റെ കാറ്റ് വീശുവാൻ അഭിഷിക്തന്മാരെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെയും യുദ്ധസ്ഥിതികളെയും കേൾക്കുമ്പോൾ ഞങ്ങൾ ചഞ്ചലപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അയൽ സംസ്ഥാനമായ പാകിസ്ഥാനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദേശത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകല യുദ്ധങ്ങളും വഴിമാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ആലോചനകളൊക്കെ കർത്താവെ ഈ സഹോദരങ്ങളുടെ മേൽ നിവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പറഞ്ഞ വചനം കർത്താവെ രാത്രി ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അപ്പന്റെ പൊന്നുപാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. ഇനി നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് വിളമ്പിത്തരുവാൻ നമ്മൾ സിസ്റ്റർ സന്ധ്യ മനോജിനെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി കാർമേൽ പ്രയർ ഗ്രൂപ്പിൽ ജനത്തോട് ഒരുമിച്ച് അടുത്തു വരുവാൻ ആയുസിന്റെ മധ്യത്തിൽ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത്ഭുതവും അതിശയകരവുമായി കർത്താവ് കഴിഞ്ഞ ദിനങ്ങളെല്ലാം നമ്മളെ സൂക്ഷിച്ചു. 2025 4 മാസവും പൂർത്തീകരിപ്പാൻ കർത്താവിന്റെ വിശ്വസ്തയ്ക്കായി, കർത്താവിന്റെ കരുതലിനായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. അനർത്ഥങ്ങൾ പലതും നമ്മുടെ തലയ്ക്ക് മീതെ കടന്നുപോയി. ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ദേശത്ത്, രാജ്യത്ത്, ചുറ്റുപാടുകളിൽ നടന്നു. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ഭവനങ്ങളിലും അനർത്ഥങ്ങൾ പലതും സംഭവിച്ചു. എന്നാൽ ദുഷ്ടനായവൻ നമ്മുടെ കുടുംബങ്ങളെ വാടകോരാതവണ്ണം നമ്മെ പരിപാലിച്ച കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നാം ആരും നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. നാം ആരും പ്രശംസിപ്പാൻ, പുകഴുവാൻ നമുക്ക് ആർക്കും യോഗ്യതയില്ല. എന്നാൽ കർത്താവ് തന്റെ മക്കൾ എന്നുള്ള പദവി തന്ന് നമ്മെ യോഗ്യരാക്കി തീർത്തതോർത്ത് നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. കർത്താവിന്റെ പരിപാലനം, കർത്താവിന്റെ വിടുതല്, കർത്താവ് നമ്മെ അനുദിനവും വഴി നടത്തുന്ന വിശ്വസ്തതയ്ക്കായി നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നാം ദുഃഖിക്കേണ്ടുന്ന, നാം ഭാരപ്പെടേണ്ടുന്ന, നാം പ്രയാസപ്പെടേണ്ടുന്ന, ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുവാൻ കഴിയാത്തതായ അതികഠിനമായ പ്രശ്നത്തിലൂടെ നാം കടന്നുപോയി. എന്നാൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചതിനായി നമ്മുടെ തലയ്ക്ക് മീതെ വന്നതായ കൊടുങ്കാറ്റുകൾ, മഹാമാരികൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒന്നും നമ്മെ മുക്കിക്കളയാതെ വണ്ണം അവിടുത്തെ ഉള്ളം കരങ്ങളിൽ നമ്മെ വഹിച്ചതോർത്ത് ഈ രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ കർത്താവിനെ സ്തുതിക്കാം. അധികം ഇളച്ചു കിട്ടിയവൻ അധികം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂ പ്രയാണത്തിൽ കർത്താവ് നമ്മെ നടത്തി, കർത്താവ് നമ്മെ പരിപാലിച്ചു, കർത്താവാണ് നമുക്ക് വേണ്ടുന്നതെല്ലാം തന്നത് എന്ന വിശ്വാസമുള്ള പ്രിയപ്പെട്ടവർ, ഇതുവരെയും എന്നെ കൊണ്ടുവന്നത് അരുമനാഥനാണ് എന്ന് വിശ്വസിക്കുന്നവർ ഹൃദയം തുറന്ന് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്.
പ്രിയമുള്ളവരെ, അനേക പ്രിയപ്പെട്ടവർ, നമ്മുടെ സമശിഷ്ടങ്ങൾ, നമ്മളെക്കാൾ വിദ്യാസമ്പന്നർ, നമ്മളെക്കാൾ വിവിധ രീതിയിൽ പ്രാഗൽഭ്യമുള്ള പലരും ആത്മഹത്യക്ക്, മരണം അവർ തന്നെ വിളിച്ചു വരുത്തി ജീവിതം തോറ്റു എന്ന് സമ്മതിച്ച് ആത്മഹത്യയിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, പ്രശ്നം നമ്മുടെ തലയ്ക്ക് മീതെ കടന്നുപോയപ്പോഴും ഈ പ്രശ്നം നമ്മെ മുക്കിക്കളയാതെ വണ്ണം ബലമുള്ള കരങ്ങളിൽ നമ്മെ വഹിച്ചതോർത്ത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഞാൻ ഇതെല്ലാം പറയുന്നത് നമ്മളും ഇങ്ങനെയൊക്കെ ആയി തീരാമായിരുന്നു. ശത്രു ആരെ വിഴുങ്ങണ്ടു എന്ന് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിയുമെങ്കിൽ വൃതന്മാരെയും കൂടെ തെറ്റിക്കുവാൻ നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ആ തെറ്റിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ആകാമായിരുന്നു. എങ്കിലും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന് മീതെ വഹിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ പരിപാലിച്ചില്ലേ? നമ്മുടെ കർത്താവ് നമ്മെ സൂക്ഷിച്ചില്ലേ? അത് ഓർത്ത് നന്ദിയുള്ളവരായി ഒരു പ്രാവശ്യവും കൂടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചായിരുന്നു. എനിക്ക് ആരുടെ മുഖം കാണുന്നില്ല, നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എന്നോടൊന്ന് പ്രതികരിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ശുശ്രൂഷിപ്പാൻ അതൊരു അനുഗ്രഹമായി തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഷ്ടനഷ്ടരോഗം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസമേകും. കഷ്ടനഷ്ടരോഗം ദുഃഖം വന്നിടും നേരം ഇഷ്ടനായകനാം യേശു ആശ്വാസമേകും. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാ, പോയിടാം ധൈര്യമായി നാഥൻ പാതയിൽ. കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുള്ളതാ, പോയിടാം ധൈര്യമായി നാഥൻ പാതയിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. ഏഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ പുലർത്തിടുന്നു. ഏഴകളിൻ ഭാരം നിത്യം ചുമക്കുന്നതാ, ഏതു നേരത്തും ഞാൻ നിന്നെ പുലർത്തിടുന്നു. മണിയറവാസം ഭൂവിൽ ആരംഭിച്ചിടാൻ വാഞ്ചിക്കും നിന്റെ ഉള്ളം ദിനം ദിനമായി. മണിയറവാസം ഭൂവിൽ ആരംഭിച്ചിടാൻ വാഞ്ചിക്കും നിന്റെ ഉള്ളം ദിനം ദിനമായി. എന്റെ ദൈവമെല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകടിയിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസരം തന്ന ഗ്രേസി ആന്റിയോടും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്തൃനാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്ന വിശേഷാൽ ഞങ്ങളുടെ കവിത ആന്റി ഞങ്ങളോട് കൂടെ ഇന്ന് രാത്രിയിലുമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് തന്റെ ദാസിയെ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന, എന്നോടും നിങ്ങളോടും ഒരുമിച്ച് സംസാരിക്കുന്ന രാത്രിയായി തീരുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ വചനം വായിച്ച് ഞാൻ വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളാം. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം, അപ്പോ സ്നാപക യോഹന്നാൻ എഴുതിയതായ വെളിപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം.
സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളെ ചിലരെ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. സ്തോത്രം. ആമേൻ. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുന്ന ഒരു ദൂതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുന്നതായ ഒരു ദൂതാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. സ്മുർന്ന എന്ന് പറയുന്ന ആ ദേശത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നതായ ഒരു കാര്യം, വളരെ കച്ചവട വ്യാപാരങ്ങൾ നടക്കുന്നതായ ഒരു സ്ഥലമാണ് സ്മുർന്ന എന്ന് പറയുന്നത് എന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്യുന്നത് സുഗന്ധദ്രവ്യങ്ങളായിരുന്നു, വിശേഷാൽ കുന്തിരിക്കമായിരുന്നു. കുന്തിരിക്കത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, കുന്തിരിക്കം തനിയെ അങ്ങനെ ഇരുന്നാൽ അതിന് വലിയ സുഗന്ധമൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ അതല്പം പൊടിക്കുകയോ തീക്കകത്തൂടി ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ സുഗന്ധം പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ വ്യാപാരം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു സ്മുർന്ന എന്ന് പറയുന്നത്. സ്മുർന്ന എന്ന സ്ഥലത്തുള്ള ഒരു ദൈവസഭയിൽ, ആ ദൈവസഭയിലെ ദൈവജനത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ യോഹന്നാന് കിട്ടിയ വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദൈവസഭയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറയുന്നതായ ഒരു കാര്യമാണ്, വളരെ കഷ്ടതയിലൂടെയും വളരെ ഉപദ്രവത്തിലൂടെയും വളരെ നിന്ദയിലൂടെയും കടന്നുപോയ ഒരു സഭയായിരുന്നു സ്മുർന്ന സഭ. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കച്ചവടം, വ്യാപാരങ്ങൾ അനവധി നടക്കുന്നതായിരുന്നു. അവിടെ പ്രധാനമായി വ്യാപാരം നടക്കുന്നത് സുഗന്ധദ്രവ്യങ്ങളായിരുന്നു. സുഗന്ധദ്രവ്യം തനിയെ ഇരുന്നാൽ അതിനൊരിക്കലും സുഗന്ധം കിട്ടുകയില്ല. കുന്തിരിക്കമാണെങ്കിലും ചന്ദനമാണെങ്കിലും ഏലക്കായാണെങ്കിലും ഏത് തന്നെ ആണെങ്കിലും അത് അതുതന്നെ അങ്ങനെ തന്നെ ഇരുന്നാൽ അതിന് സുഗന്ധം ലഭിക്കുകയില്ല. അതിനെ ചതയ്ക്കുകയോ ഉരയ്ക്കുകയോ പൊടിക്കുകയോ തീയിലിടുകയോ ചെയ്താൽ മാത്രമേ അതിനൊരു സുഗന്ധം ഉണ്ടാകുകയുള്ളൂ. അത് അവിടുത്തെ ഒരു ജീവിതത്തെ കാണിക്കുന്നതാണ്. ആ സഭയിലെ അല്ലെങ്കിൽ സ്മുർന്ന ദേശത്ത് നടക്കുന്നതായ, നമ്മുടെ ഇവിടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൃഷിയിടങ്ങളാണ് അല്ലെ, അവര് കൃഷി ചെയ്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞതുമാതിരി ആ ദേശത്തിന്റെ ഒരു സാമ്പത്തിക നിലപാടാണ് അവിടുത്തെ വ്യാപാരം എന്ന് പറയുന്നത്, കച്ചവടം എന്ന് പറയുന്നത്. ഈ കച്ചവടം ചെയ്യുമ്പോൾ അത് തനിയെ ഇരുന്ന് അത് വിളവെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലമുണ്ടാകയില്ല. പിന്നെ അതിനെ പൊടിക്കണം, അതിനെ ഉരയ്ക്കണം, അത് തീയിലിടണം, എങ്കിൽ മാത്രമേ അതിന് സുഗന്ധം വന്ന് അത് വിറ്റ് വ്യാപാരം ചെയ്ത് അതിൽ നിന്ന് പണമുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന ഈ ദേശത്തുള്ള സ്മുർന്നയിലെ സഭയെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, ഈ ദൈവസഭ അനവധി കഷ്ടങ്ങളിലൂടെ കടന്നുപോയതാണ്, അനവധി പ്രയാസങ്ങളിലൂടെ കടന്നുപോയതാണ്, അനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതും ഇതുപോലെയുള്ള അവസ്ഥകളല്ലേ? നാം കഷ്ടതകൾ, നാം പ്രയാസങ്ങൾ, നാം വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരാലുള്ള ഒറ്റപ്പെടലുകൾ എല്ലാം നാം അനുഭവിക്കുമ്പോൾ നാം പിറുപിറുത്ത് ദൈവത്തോടും മറുതലിച്ച് മാറി നിൽക്കുന്നവരായിട്ടാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മളിലൂടെ മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. ചന്ദനത്തെ ചന്ദനമായിട്ട് തന്നെ നിന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് പാകമാകുമ്പോൾ അത് വെട്ടി പല
പ്രോസസ്സിലൂടെ കടന്ന് അത് സുഗന്ധമുള്ളതായി തീരുമ്പോഴാണ് ചന്ദനത്തിന്റെ സ്വഭാവം കാണിക്കുന്നത്. കുന്തിരിക്കം അത് വളർന്ന് പാകമായി അതിനെ ഉപയോഗപ്രദമാക്കണമെങ്കിൽ പല പ്രോസസ്സിലൂടെ അത് കടന്നുപോയി തീയിലിട്ടതിന് ശേഷമാണ് അതിൽ നിന്ന് വമിക്കുന്ന പുകകളാണ് സുഗന്ധമായി തീരുന്നത്. അതാണ് മനുഷ്യർക്ക് വ്യാപാരത്തിനിടയായിത്തീരുന്നത്. മനുഷ്യൻ ഇതിനെ ആസ്വദിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, നാം അഭിമുഖീകരിക്കുന്ന അനവധി വിഷയങ്ങൾ അത് നമ്മെ നശിപ്പിക്കുവാനല്ല, അത് നമ്മെ തകർത്ത് കളയുവാനല്ല, അത് നമ്മെ ഇല്ലാതാക്കുവാനല്ല, പിന്നെയോ എന്നിലൂടെയും നിങ്ങളിലൂടെയും ഒരു സൗരഭ്യം പുറപ്പെട്ട് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വരച്ചു കാണിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് ഈ രാത്രിയിൽ നമ്മൾ മറന്നു പോകരുത്. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. അരുളി ചെയ്തത് ആരാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യവും അന്തനുമായ യഹോവയായ ദൈവത്തിന്റെ ദൂതനാൽ സ്നാപക യോഹന്നാന് വെളിപ്പാടുകളാൽ കൊടുത്ത ദൂതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ദൂതൻ പൂർണ്ണ സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും കണ്ടു. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും കണ്ടു. നീ ധനവാനാകുന്നതാനും ഞങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല എന്ന് പറഞ്ഞാൽ അവർ യഹൂദരാണ്. പക്ഷെ യഹൂദർക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങളോ മാനങ്ങളോ ഈ സഭയിലുള്ള ദൈവജനത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ അവർ ധനികരാണ്. പക്ഷെ അവർ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അതായത് അവരുടെ നന്മ അവർക്ക് പലപ്പോഴും അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നു. സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ദൈവത്തിന്റെ ദൂതൻ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് അർഹതപ്പെട്ടതൊന്നും നിനക്ക് ലഭിക്കുന്നില്ലെങ്കിലും, നിനക്ക് വേണ്ടുന്നതായ നന്മകളൊന്നും നിനക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ലെങ്കിലും, ശത്രുവായൻ അത് അപഹരിക്കുന്നതാണ് എങ്കിലും, നീ അതികഠിനമായ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, നിനക്ക് മാന്യമായി ജീവിക്കുവാൻ വകയുണ്ടായിട്ടും പലപ്പോഴും പല സാഹചര്യത്തിലും നീ ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നുവെങ്കിലും ഈ കഷ്ടതകൾ തീർന്നു പോകും, ഈ ദാരിദ്ര്യം നിന്നു പോകും. നിന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുവാനുണ്ട്. അതുകൊണ്ട് ഇന്ന് കാണുന്ന കഷ്ടത, ഇന്ന് കാണുന്ന പ്രയാസം, ഇന്ന് കാണുന്ന വേദന ഇത് കണ്ട് നീ പേടിക്കേണ്ട. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടത്തിലൂടെ, ശോധനയിലൂടെ, പ്രതിസന്ധിയിലൂടെ താൻ ചെയ്യാത്തതിന്റെ പേരിൽ പല ത്യാഗങ്ങളും അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പേടിക്കേണ്ട. ഇതിലൊരു ദൈവമഹത്വം കാണുവാൻ വേണ്ടിയാണ്, ഇതിലൊരു ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടിയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതിനകത്ത് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. കഷ്ടതകൾക്ക് പരിധി കൽപ്പിച്ചിട്ടുണ്ട്, കഷ്ടതകൾക്ക് അതിര് കൽപ്പിച്ചിട്ടുണ്ട്, കഷ്ടതകൾക്ക് ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര ദിവസത്തേനെ നിനക്ക് കഷ്ടതയുള്ളൂ, ഇത്ര സമയത്തേനെ നിനക്ക് പ്രതിസന്ധിയുള്ളൂ, ഈ കാലഘട്ടം തീരും, ഈ പ്രതിസന്ധി തീരും. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. പഴയ നിയമത്തിലേക്ക് നാം നോക്കിക്കേ, യോബിന്റെ ജീവിതത്തിൽ അതികഠിനമായ കഷ്ടതയിലൂടെ കടന്നുപോയി, അല്ലെ? ഈ ലോകത്തിൽ ഇന്ന് വരെയും ജനിച്ച് മരിച്ചിട്ടുള്ള, ഇന്നും ജീവിച്ചിട്ടുള്ള മനുഷ്യരുടെ ഗണത്തെ നാം നോക്കുമ്പോൾ യോബ് അനുഭവിച്ചതുപോലെ ഒരു കഷ്ടത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എങ്കിലും യോബിന്റെ കഷ്ടതയ്ക്കും കർത്താവ് ഒരു പരിധി വെച്ചിരുന്നു. യഹോവയായ ദൈവം ഒരു അതിർ കൽപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പുണ്യസഭയോട് ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം അരുളി ചെയ്യട്ടെ. നിശ്ചയമായും ഞാനും നിങ്ങളും അകാരണമായി അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അത് നമ്മെ തകർത്തു കളയുവാനല്ല, അത് നമ്മെ മുടിച്ചു കളയുവാനല്ല, അത് നമ്മെ ഇല്ലായ്മ ചെയ്യുവാനല്ല, പിന്നെയോ എന്നിലൂടെയും നിങ്ങളിലൂടെയും
ക്രിസ്തുവിനെ വരച്ചു കാണിക്കുവാൻ വേണ്ടിയാണ്. ക്രിസ്തു ആരാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ചില കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ വിടുതലും ക്രിസ്തുവിലൂടെ അനുഭവിക്കുന്നതായ നന്മകളും സന്തോഷവും സ്വസ്ഥതയും മറ്റനേകരോട് നാം പ്രസ്താവിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ നാമം മഹത്വം എടുപ്പാനായിട്ട് ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഇവിടെ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. മുൻപ് കൂട്ടി പറയുകയാണ്, നിങ്ങളെ നിശ്ചയമായും പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ തടവിൽ കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലാതായി തീരത്തില്ല. തടവിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. പിന്നെയോ പിശാച് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി, എന്നെയും നിങ്ങളെയും പരീക്ഷിക്കേണ്ടതിന് വേണ്ടി പിശാച് ചില സമയങ്ങളിൽ ചില കഷ്ടതകൾ, അത് എങ്ങനെ, ആരിലൂടെ? നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിലൂടെ, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിലൂടെ, ഒരു കാര്യത്തിലും നമ്മുടെ ബുദ്ധിയിൽ ഒരിക്കലും നമുക്ക് നനയ്ക്കുവാൻ പോലും കഴിയാത്തവരിലൂടെ, നമ്മുടെ ജീവിതത്തിൽ സഹിക്കവയ്യാത്ത സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോൾ അത് പിശാച് നമ്മളെ തകർക്കുവാൻ നോക്കുന്നത് എങ്കിലും ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, പ്രിയമുള്ളവരെ, അത് നമ്മെ തകർക്കുവാനല്ല, അത് നമ്മെ മുടിക്കുവാനല്ല, അത് നമ്മെ ഇല്ലായ്മ ചെയ്യുവാനല്ല, പിന്നെയോ പണിതെടുക്കുവാൻ വേണ്ടിയാണ്, പുതിയതൊന്ന് സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്, പുതിയതൊന്ന് രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്, അതുകൊണ്ട് നീ മടുത്തു പോകരുത്. നിന്നെ പരീക്ഷിക്കേണ്ടതിനു വേണ്ടി പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. അത് 10 ദിവസത്തേക്കേ ഉള്ളൂ. ഞാൻ ഈ ദൈവത്തിന്റെ വചനം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എന്നെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്, നന്മയ്ക്കൊരു പരിധി കൽപ്പിച്ചത് നിങ്ങൾ ഈ വേദപുസ്തകം വായിച്ചിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്ര ദിവസം ഞാൻ നിനക്ക് നന്മ തരാം, നീ ഇത്ര ദിവസമേ നന്മ അനുഭവിക്കൂ. അങ്ങനെ വേദപുസ്തകത്തിൽ ആരെ കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നന്മ തരുന്നത് അളവില്ലാതെയാണ്. നന്മയ്ക്കൊരു പരിധിയില്ല, നന്മയ്ക്കൊരു അതിർത്തിയില്ല, നന്മയ്ക്കൊരു ദിവസം കൽപ്പിച്ചിട്ടില്ല. പിന്നെയോ കഷ്ടതയ്ക്കൊരു അതിർ വെച്ചിട്ടുണ്ട്, കഷ്ടതയ്ക്കൊരു ദിവസം കൽപ്പിച്ചിട്ടുണ്ട്, കഷ്ടതയ്ക്കൊരു കാലഘട്ടം കർത്താവ് വെച്ചിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ഈ കഷ്ടതയിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തു വരും, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തു വരും. നാം ഇപ്പോൾ ഇല്ലാതായി തീരും, ഞാൻ ഇപ്പോൾ നശിച്ചു പോകും. അങ്ങനെയല്ലേ പൗലോസ് മെലീത്ത ദ്വീപിൽ കയറിയപ്പോൾ കടലിൽ ഇവൻ ഇല്ലാതായി തീരുമായിരുന്നു. അവൻ കടലിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ ഇവനെ വെറുതെ വിട്ടിട്ടില്ല. നീതിദേവി ഇവനെ പിടിച്ചു. ഇവൻ ഇപ്പൊ ചാകും. നീതിദേവി ഇവന്റെ കയ്യിൽ ചുറ്റി. ഇവൻ ഇപ്പൊ ചാകും, ഇവൻ പുറകോട്ട് മറിയും, മലക്കും, ഇവൻ ഇല്ലാതെയായി തീരും, ഇവൻ ദുഷ്ടനാണ് എന്ന് മെലീത്ത ദ്വീപിലെ പ്രവാസികൾ വിധിയെഴുതിയപ്പോൾ അവന്റെ കയ്യിൽ ചുറ്റിയ കഷ്ടതയെ അവൻ എരിയുന്ന തീച്ചൂളയിൽ കുടഞ്ഞു കളഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നമ്മെ ചുറ്റിവലിയുന്ന കഷ്ടതകൾ, നമ്മെ ചുറ്റിവലിയുന്ന പ്രശ്നങ്ങൾ, ആരോടും പറയുവാൻ കഴിയാതെ നമ്മെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന തടവറയുടെ അവസ്ഥകൾ, അതിനൊരു പരിധിയുണ്ട്, അതിനൊരു കാലമുണ്ട്, അതിനൊരു അതിർത്തി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. സ്പുർണസഭയിൽ ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഒരു പക്ഷെങ്കിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് തടവിലാക്കുമായിരിക്കാം, നിങ്ങൾക്ക് അർഹതപ്പെട്ട നന്മകൾ ലഭിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ കഷ്ടതയുടെ അതികഠിനമായ ശോധനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, നിങ്ങൾക്ക് വേദന മാത്രമായിരിക്കാം തരുന്നത്, കുടുംബത്തിൽ വേണ്ടും വന്ന സ്വസ്ഥതയില്ലായിരിക്കാം, രാവൊന്നില്ല പകലൊന്നില്ല അധ്വാനിക്കുന്നുണ്ടാകാം, അധ്വാനത്തിന്റെ ഫലമായി ഒരു ലഭിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹം, തലമുറകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു പങ്ക് പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരിഗണനകൾ നിങ്ങളുടെ ഭർത്താവിൽ നിന്നോ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നോ കിട്ടുന്നില്ലായിരിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയ്ക്ക് ഒത്തതായ പ്രതിഫലം ലഭിക്കുന്നില്ലായിരിക്കാം. പ്രിയമുള്ളവരെ, നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. പിശാചു പരീക്ഷിക്കേണ്ടതിന് ചിലരെ തടവിലാക്കുകയാണ്, ചിലരെ കഷ്ടതയിലൂടെ കടച്ചുവിടുകയാണ്, ചിലരെ നിരാശയിലൂടെ കടച്ചുവിടുകയാണ്. അത് 10 ദിവസമേ ഉള്ളൂ.
10 ദിവസമേ ഉള്ളൂ. ദൈവത്തിന്റെ ദൂതൻ വ്യക്തമായും ശക്തമായും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, നാം അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, കടബാധ്യതയായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലുകളായിക്കോട്ടെ, നിന്നയായിക്കൊള്ളട്ടെ, ജോലി മേഖലയിലുള്ള പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ഏതു വേദനയാണെങ്കിലും അതിനൊരു സമയപരിധി കൽപ്പിച്ചിട്ടുണ്ട്. അത് 10 ദിവസമേ ഉള്ളൂ. 10 ദിവസമേ ഉള്ളൂ. ആ 10 ദിവസത്തിനപ്പുറം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആ 10 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉപദ്രവമായിരിക്കാം ഉണ്ടാകുന്നത്, പീഡനമാകാതിരിക്കാം ഉണ്ടാകുന്നത്, അപവാദമാകാം ഉണ്ടായിരിക്കുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നുള്ള മുറിപ്പെടുത്തുന്ന വാക്കുകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ആ വാക്കുകളും ഈ പ്രതിസന്ധികളും ഈ കഷ്ടതകളും എല്ലാം 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 10 ദിവസമേ ഉള്ളൂ. അതിനുശേഷം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു കാര്യമുണ്ട്. മകനെ, മകളെ, എന്റെ രക്തത്താൽ വീണ്ടെടുത്ത നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കഷ്ടതകൾക്ക്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, നിങ്ങൾ നേരിടുന്നതായ വിഷയങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, ഒരു സമയമുണ്ട്. അതിന് 10 ദിവസമേ ഉള്ളൂ. ഈ കഷ്ടതയിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മറന്നു പോകരുത്. നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ കളയരുത്. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ക്രിസ്തുവിനെ മറന്നു പോകരുത്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നൽകും. ജീവകിരീടം അതൊരു ഭയങ്കര ഓഫറാണ്, അല്ലേ? ഒരു ഭയങ്കര ഓഫറാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ. കഷ്ടത 10 ദിവസമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പിൻപിൽ ആ കഷ്ടത അനുഭവിക്കുന്ന ഈ 10 ദിവസം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, എന്റെ ചിന്തയിലേക്ക് നിങ്ങൾ വരണമേ. ഇതൊരു ബ്രാക്കറ്റ് പീരീഡ് ആണ്. ഈ കഷ്ടത എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റ് പീരീഡ് ആണ്. ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റ് പീരീഡ് ആണ്. ഈ സമയത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. യുഗായുഗം നിത്യതയോളം സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം മുഴങ്ങുന്നത് എന്നിലൂടെയും നിങ്ങളിലൂടെയുമാണ്. അങ്ങനെ നമ്മൾ സംഭവിക്കണമെങ്കിൽ മരണപര്യന്തം, ഏറിയാൽ 80, ഏറിയാൽ 80. ഈ കാലഘട്ടത്തിൽ മരണപര്യന്തം വിശ്വസ്തയോടെ ഞാനും നിങ്ങളും നിന്നാൽ നിത്യയുഗായുഗം ജീവകിരീടം പ്രാപിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ളവർ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ? മീൻസ് ഒരു മാനുഷികമാകുന്ന ഒരു സന്തോഷത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്റെ വാക്കുകളുടെ സാമർത്ഥ്യം കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണമെന്നല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഈ ലോകം നമുക്ക് ദുഃഖം മാത്രമേ തരികയുള്ളൂ. ഈ ലോകം നമുക്ക് കഷ്ടത മാത്രമേ തരികയുള്ളൂ. നൊന്ത് പ്രസവിച്ച മക്കൾ, ജന്മം നൽകിയ മക്കൾ അപ്പനോടും അമ്മയോടും അതികഠിനമായ ക്രൂരതയിലൂടെ കടന്നു പോകുമ്പോൾ നാം എല്ലാവരും കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച് നമ്മളെല്ലാവരും അറിവുള്ളവരാണ്, അല്ലേ? തിരുവനന്തപുരം പട്ടണത്തിൽ നല്ല ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ആത്മീയനായ ഒരു MBBS പാസ്സായ ഒരു ആൺകുഞ്ഞ് കാണിച്ച വികൃതമായ ദുഷ്ടന്റെ പരീക്ഷയിൽ അകപ്പെട്ടിട്ട് ഭവനത്തിൽ കാണിച്ച പ്രകൃതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലേ? പ്രിയമുള്ളവരെ, നാം അതൊന്നും മറന്നു പോകരുത്. അത് കണ്ടിട്ട് നാം ഒരല്പസമയം വേദനിച്ചിട്ട് മാറി നിൽക്കരുത്. ശത്രു ആ കള എന്റെ ഭവനത്തിൽ വിതയ്ക്കാമായിരുന്നു. ശത്രുവാകുന്ന പിശാച് ആ കള നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ വിതയ്ക്കാമായിരുന്നു. ശമനവരഹ ദുരാരകമാരഭക്ഷസി നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, ശത്രു പിശാചായവൻ നമ്മെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ നാം തോറ്റുപോകാതെ വണ്ണം കഷ്ടതയെ പൗലോസ് കളഞ്ഞതുപോലെ കുടഞ്ഞു കളയുവാൻ ഞാനും നിങ്ങളും മനസ്സു കാണിച്ചാൽ ദൈവപ്രവൃത്തി എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടുവാൻ കഴിയും.
വിശുദ്ധ വേദപുസ്തകത്തില് കാനാവിലെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കാനാവിലെ കല്യാണത്തിൽ പെട്ടെന്ന് അവരുടെ കല്യാണ വീട്ടിൽ ഒരു ദുഃഖത്തിന്റെ അവസ്ഥ കടന്നു വന്നു. ദുഃഖത്തിന്റെ അവസ്ഥ. ഒരു നിമിഷം കൊണ്ട് ആ ഭവനത്തിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രയാസപ്പെട്ടു. ജനം പല വിധത്തിൽ അതിനെ വിമർശിക്കുവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് വീട്ടുടയവന് ഒരു ധാരണയുമില്ലാതിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളൊക്കെ ആണെങ്കിൽ ഈ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പ്രതിവിധികൾ പലതും ഉണ്ടെങ്കിലും ടെൻഷൻ കാരണം ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയാകും. മുൻപോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥയുണ്ടാകും. പ്രിയമുള്ളവരെ, ആ പ്രതിസന്ധിയിലും നമ്മുടെ കർത്താവ് നമ്മളെ അനാഥരായി വിടത്തില്ല. ഈ കല്യാണശാലയിലെ ആ പോരായ്മ നികത്തുവാൻ ആ കല്യാണശാലയിൽ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനായി ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ തെളിയാത്ത വിധം ആ കല്യാണശാലയിലെ ദുഃഖത്തെ മാറ്റിയവനാണ് നമ്മുടെ കർത്താവ്. ആ കല്യാണശാലയിലെ ആ ഭവനത്തിലെ ആ പിതാവിന്റെ ആ മാതാവിന്റെ കൂടി വന്ന ജനത്തിന്റെ വേദനയെ ക്ഷണനേരം കൊണ്ട് മാറ്റിയ ദൈവമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതൊന്ന് വിശ്വസിച്ചേ നിങ്ങൾ. അതങ്ങനെ തന്നെയാണെന്ന് നിങ്ങളൊന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ്. മോളി ആന്റി അനുഭവിക്കുന്ന വേദനകൾ വീഡിയോയിൽ വന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പറയുക. ഞാൻ ദൂതല്ലേ പറയുന്നത്, ഞാൻ പ്രവചനമൊന്നുമല്ല, ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ പറയുക. ആന്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആന്റി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അത് ആന്റിയെ നീട്ടിക്കൊണ്ടു പോകത്തില്ല. പലരും ആന്റിയോട് അവധികൾ പലത് പറഞ്ഞിട്ടുണ്ടാകാം. ആന്റിയുടെ ഉള്ളിലും ആന്റി ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും കഷ്ടത അനുഭവിച്ചിട്ട്, ഞാൻ ഇത്രയും കരഞ്ഞിട്ട് നാളുകളായി ഞാൻ അനുഭവിക്കുന്നതാണ്, എന്താണ് എനിക്കൊരു വിടുതലില്ലാത്തത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു വിടുതൽ അനുഭവിപ്പാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന്. ക്ഷണത്തിലല്ലോ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എനിക്കതേ പറയാനുള്ളൂ. ക്ഷണം എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സമയമാണ്. ദൈവവചനം അങ്ങനല്ലേ പറയുന്നത്? തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിഞ്ഞത്. മരിച്ച ലാസറിന്റെ വീട്ടിലേക്കൊന്ന് പോയിക്കേ. പരിഭവവും പരാതിയും ദുഃഖവും വേദനയും ആകെ അത്താണിയായിരുന്ന ആ സഹോദരിമാരുടെ ഒരൊറ്റ സഹോദരൻ അപ്പനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഒന്നും കാണുവാൻ കഴിയുന്നില്ല. ഈ ലോകത്തിൽ അഭയമായിരുന്ന തന്റെ സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവന് ദീനമായി കിടന്നപ്പോഴേ കർത്താവിനോട് പറഞ്ഞതാ, എന്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞു, ഇത് ദൈവനാമ മഹത്വത്തിനാണ്. നമുക്ക് പല കാര്യങ്ങളും പല സമയത്തും പറഞ്ഞാലൊന്നും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം നാം അനുഭവിക്കുന്ന വേദന ഏതാണ്. എന്നാൽ സഹോദരൻ മരിക്കട്ടെ പ്രിയമുള്ളവരെ, സഹോദരൻ ഇല്ലാതായി തീരട്ടെ, അവനെ അടക്കം ചെയ്യട്ടെ, അവനെ ചുറ്റി വരിയട്ടെ പിശാച്, അവനെ ഇല്ലാതാക്കട്ടെ, മാർത്തയും മറിയം വിലപിക്കട്ടെ, കർത്താവിനോട് പരാതിയും പരിഭവവും എണ്ണി പറയട്ടെ. പക്ഷേ ആ മരണത്തിന് ഒരു ഉയർപ്പുണ്ട്. ലാസറേ പുറത്തു വരിക എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം അവിടെ മുഴങ്ങേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ആമേൻ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഗ്രേസി ആന്റി, ലിൻസി ആന്റി, ബിന്ദു ആന്റി, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ദൈവനാമ മഹത്വത്തിനായി തീരേണ്ടതിന് വേണ്ടിയാണ്. ഒരു സമയം വരെ നാം ക്ഷമയോടെ സഹിഷ്ണുതയോടെ നിലനിൽക്കുവാൻ മനസ്സ് കാണിച്ചാൽ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ നിശ്ചയമായിട്ടും നമുക്ക് കഴിയും. നിശ്ചയമായിട്ടും കഴിയും. മഞ്ചത്തിൽ ചുമന്നു കൊണ്ടുവരുന്ന തന്റെ സന്തതിയെ കണ്ടുകൊണ്ട് ആ മാതാവ് അലമുറയിട്ട് കരയുന്നുണ്ട്. മഞ്ചം ചുമന്ന പട്ടണത്തിന് പുറത്തു വന്നാൽ ഇനി വിടുവിപ്പാൻ കഴിയുകയില്ല, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ. ആ വിളി ഒരല്പനേരമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയുടെ വേദന അല്പനേരമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അല്പനേരം അവൾ അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയിട്ടിരിക്കാം.
എന്നാൽ ആ അതികഠിനമായ ശോധനയുടെ മുൻപിൽ, എരിയുന്ന തീച്ചൂളയുടെ മുൻപിൽ ക്രിസ്തുവാകുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന മഞ്ചത്തെ നിർത്തി മഞ്ചം ചുമക്കുന്നവരോട് ആജ്ഞാപിച്ചു, നിൽക്കവിടെ. പോരാ, മഞ്ചം തൊട്ടു. പ്രിയമുള്ളവരെ, നമ്മെ കാരണം കൂടാതെ ഉപദ്രവിക്കുന്നവരുടെ മുൻപിൽ, നമ്മെ ദുഷിക്കുന്നവരുടെ മുൻപിൽ, നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ മുൻപിൽ ഈ രാത്രിയിൽ എന്നോട് കൂടെ വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, നിൽക്കവിടെ, മതി മതി മതി. ഇന്നതിന്റെ മധ്യത്തിൽ തൊടും. മരിച്ചു കിടക്കുന്ന ബാലൻ ആ മഞ്ചത്തിനുള്ളിൽ ഉണ്ടായെങ്കിലും ആ മഞ്ചത്തെ ക്രിസ്തുവിന്റെ സ്പർശനമേറ്റപ്പോൾ മരിച്ചു കിടന്നവൻ എഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മരിച്ച് നാറ്റം വെച്ചിരുന്ന ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് ലാസറിനെ പുറത്തു വരിക എന്ന് ഒരൊറ്റ വാക്കാജ്ഞാപിച്ചപ്പോൾ പുറത്തു വന്നതുപോലെ ഇനി ഒരിക്കലും സാധിക്കുകയില്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി ഇതൊരിക്കലും തിരിച്ചു കിട്ടുവാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിച്ച് നിരാശയോടെ ചിലരുടെ വാക്കുകളുടെ മുൻപിൽ ക്ഷീണിച്ച് മതി 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 എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, നിൽക്ക്, നിങ്ങളുടെ പ്രശ്നത്തിന്റെ മുൻപിൽ നിൽക്ക്, ഞാൻ ആ മഞ്ചം ഒന്ന് തൊടും, അപ്പോൾ അത്ഭുതം നടക്കും. ഞാൻ കല്ലറയ്ക്കൽ വരും, ഞാൻ വിളിക്കും, ആ വിളിപ്പുറത്തിൽ ലാസർ എഴുന്നേറ്റ് വരും. കഷ്ടതകൾ 10 ദിവസം മാത്രം, ഒരു ബ്രാക്കറ്റ് പീരീഡ് മാത്രം, ഒരു കാലയളവ് അതിന് നിർമ്മിച്ചിട്ടുണ്ട്, ഒരു കാലയളവ് വെച്ചിട്ടുണ്ട്. ദുഷ്ടൻ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ ദുഷ്ടന് വിട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അതിനൊരു സമയം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവവചനം ഇപ്രകാരം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. പ്രിയമുള്ളവരെ, ഒറ്റയടിക്ക് ഒരിക്കലും ഒരു പ്രത്യാശ കിട്ടത്തില്ല. ഒരൊറ്റയടിക്ക് ഒരിക്കലും ജീവപര്യന്തം സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ നമ്മക്കൊണ്ട് കഴിയുകയില്ല. മരണപര്യന്തം വിശ്വസ്തരായി ഇരുന്നെങ്കിൽ മാത്രമേ ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. നിത്യയുഗായുഗം ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കഷ്ടതയാകുന്ന പ്രോസസ്സിലൂടെ കടന്നു വന്ന് അനുഭവിച്ച് ആ സഹിഷ്ണുതയുടേതായ പ്രോസസ്സിലൂടെ കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് സിദ്ധതയിൽ കൊണ്ടുവന്ന് എത്തിച്ച് ആ സിദ്ധതയാണ് പിന്നെ നമ്മെ പ്രത്യാശയിലെത്തിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടാകാം, ഒരു കാലഘട്ടം ഉണ്ടാകാം. ഈ കാലഘട്ടം കഴിഞ്ഞു പോകും. ഈ കഷ്ടത നമ്മെ വിട്ട് മാറിപ്പോകും. നമ്മുടെ കഷ്ടതകൾ മാറ്റുവാൻ വേണ്ടിയാണ് പാപമില്ലാത്തവൻ പാപമായി തീർന്ന്, മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ച് നമ്മെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ ഈ ഭൂമിയിലേക്ക് അയച്ച് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അനുഭവിച്ച കഷ്ടതകൾ ഒരു പരിധിവരെ ഉണ്ടായിരുന്നുള്ളൂ. ആ കഷ്ടതയുടെ അവസാനം എന്ന് പറയുന്നത്, അതിന്റെ അനുഭവം എന്ന് പറയുന്നത്, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന സന്തോഷത്തോടെ ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന നാം ഓരോരുത്തരുമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നേടുവാൻ നമുക്ക് കാരണമായി തീർന്നാൽ, ക്രിസ്തുവായി തന്നെ ഈ ഭൂമിയിൽ ഒരുപക്ഷെങ്കിൽ ഇറങ്ങി വരുവാൻ പല സാഹചര്യത്തിലും കഴിയാതിരിക്കുമ്പോൾ, ഒരു ക്രിസ്തുവായിട്ട് മോളി ആന്റിക്കും ജെഫിൻ ബ്രദറിനും ഗ്രേസി ആന്റിക്കും അങ്ങനെയുള്ള പല പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ അനുകാരികളാകുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുന്നുവെങ്കിൽ, വാസ്തവമായി നാം അനുഭവിക്കുന്ന കഷ്ടതയിൽ നാം നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ കഷ്ടതയിലൂടെ നമ്മുടെ കർത്താവിനെ അനേകർക്ക് പരിചയപ്പെടുത്തുവാൻ പിതാവായ ദൈവം അതല്ലേ ചെയ്തത്?
സ്വന്തം പുത്രന്റെ ജീവനെ ആദരിക്കാതെ വണ്ണം എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി പുത്രന്റെ ജീവനെ ബലിയാടായി തന്നതുപോലെ നമ്മുടെ ക്രിസ്തുവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നാം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഒരു അവസാനത്തിൽ നിത്യസന്തോഷം നാം അനുഭവിക്കുകയും നാം അനുഭവിക്കുന്ന സന്തോഷം കണ്ട അനേകർ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകണം. ഒരു സന്തോഷമുണ്ടാകണമെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു കഷ്ടത ഉണ്ടാകണം. ഒരു ഉല്ലാസം ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു ദുഃഖമുണ്ടായിരിക്കണം. ആ ദുഃഖവും കഷ്ടതയും പ്രയാസവും എല്ലാം മാറി യഥാർത്ഥമായ ഒരു നീതിമാനാണ് ഞാനും നിങ്ങളുമെങ്കിൽ എന്റെയും നിങ്ങളുടെയും കൂടാരത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നിശ്ചയമായി മുഴങ്ങും. നമ്മുടെ രട്ടിനെ അഴിച്ചു മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വിലാപം കൊണ്ട് ജീവപര്യന്തം കഴിയുമെന്ന് ഒരു ദൈവവചനത്തിലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ദുഃഖം കൊണ്ട് നാം മരണം വരെയും പോകുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിനൊരു പരിധികളുണ്ട്. ഈ ലോകത്തിലെ മരണം ഒരു ബ്രാക്കറ്റ് പീരീഡ് മാത്രമേ, 7, 10 ഏറെയായാൽ 80 മാത്രമേ ഉള്ളൂ. എന്നാൽ കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, നിന്ദയില്ലാത്ത, പഴിയില്ലാത്ത, ദുഷിയില്ലാത്ത നിത്യയുഗായുഗം സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും അവസ്ഥ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, നിരാശകൾ അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി, അല്പനേരം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി, ഞൊടി നേരം കൊണ്ട് തീർന്നു പോകുന്നതാണ് എന്നുള്ള നഗ്നസത്യം ഗ്രഹിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന തേജസ്സിന്റെ ഘനമോർത്ത് സന്തോഷത്തോടെ ക്രിസ്തുവിനെ സേവിച്ച് ഈ ലോക ജീവിതം കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കഷ്ടത നമ്മെ മുക്കിക്കളയുകയില്ല. ഈ കൊടുങ്കാറ്റ് നമ്മെ ഇല്ലാതാക്കി കളയുകയില്ല. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: എന്റെ മുൻപോട്ട് പോകുമ്പോൾ എന്റെ മുൻപിൽ ചെങ്കടലായിരിക്കാം, എന്റെ പിൻപിൽ വരുന്നത് ഫറവോനും സൈന്യവുമായിരിക്കാം. എനിക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല. എന്നാൽ മുൻപിൽ കാണുന്ന ചെങ്കടലിന്റെ മധ്യത്തിൽ ഒരു പുത്തൻ വഴി തുറന്ന് ആ വഴിക്കുള്ളിൽ തന്നെ എന്നെ പിൻഗമിക്കുന്ന ശത്രുവിനെ മുക്കിക്കൊന്ന് എന്നെ അക്കരെ കടത്തി മിരിയാം തപ്പെടുത്തു നൃത്തം ചെയ്തതുപോലെ ഉല്ലാസത്തിന്റെ ഘോഷം എന്നിലൂടെ ഉയരുവാൻ, അതനേകർ കണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ഇവനിൽ വാസ്തവമായി ഒരു ദൈവമുണ്ട് എന്ന്, ജീവിക്കുന്ന ക്രിസ്തു ഉണ്ട് എന്ന് എന്നെയും നിങ്ങളെയും കാണുന്നവർ മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി നാം അനുഭവിക്കുന്ന കഷ്ടതകളെ നാം നിരാശയോടെ തള്ളിക്കളയരുത്. കർത്താവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും. നമുക്ക് തോന്നും നാം തനിയാണെന്ന്. രാത്രി മുഴുവനും അധ്വാനിച്ച പത്രോസ്, ഞാൻ അധ്വാനിച്ചു, ഞാൻ മടുത്തു, എനിക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്നും പറഞ്ഞ് അവന്റെ പരിപാടി നിർത്തി വല കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ മനോവേദന അറിഞ്ഞ അരുമനാഥൻ അടുത്തു വന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങൾ വായിച്ചിട്ടുള്ളതല്ലേ? പത്രോസിന് വേണ്ടി മാത്രമല്ല, പത്രോസിന്റെ കൂടെ ഇരുന്നവർക്കും പോരാ, അത് മുഖാന്തരം അനേകർക്കും പ്രയോജനമാകുന്ന രീതിയിൽ പെരുത്ത മീൻകൂട്ടത്തെ നൽകിയ ദൈവമാണ്. പെരുത്ത മീൻകൂട്ടത്തെ. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, നാം അനുഭവിക്കുന്ന ഇല്ലായ്മകൾ, നാം അനുഭവിക്കുന്ന രോഗങ്ങൾ, നാം അനുഭവിക്കുന്ന സാമ്പത്തിക തകർച്ചകൾ, നമുക്ക് കയറിക്കിടക്കാൻ ഒരു വീടില്ലായിരിക്കാം, നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഒരു വാക്കുകൊണ്ട് പോലും നമ്മോട് നല്ല വാക്ക് പറയുവാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാകില്ലായിരിക്കാം. അതിലൊന്നും നാം ക്ഷീണിച്ചു പോകരുത്. മനുഷ്യന്റെ വാക്കിനു മുൻപിൽ ക്ഷീണിച്ചു പോകാതെ
നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടെ സ്പുർണ സഭയോട് ദൈവത്തിന്റെ ദൂതൻ അരുളി ചെയ്യുന്നത് പോലെ കഷ്ടതകൾ 10 ദിവസം മാത്രമേ നീളുകയുള്ളൂ. പ്രിയമുള്ളവരെ, കഷ്ടതയിലൂടെ കടന്നാൽ മാത്രമേ നമുക്ക് അനേകർക്ക് സൗരഭ്യവാസനയായി തീരുവാൻ പറ്റുകയുള്ളൂ, ഒരു സുഗന്ധമായി തീരുവാൻ കഴിയുകയുള്ളൂ. കുന്തിരിക്കമായി തന്നെ ഇരുന്നാൽ ഒരിക്കലും അതിന്റെ സുഗന്ധം മറ്റുള്ളവർക്ക് വമിക്കുവാൻ കഴിയുകയില്ല. പിന്നെയോ അത് പൊടിച്ച് അത് തീയിലിട്ട് കഴിയുമ്പോൾ അനേകർക്ക് സൗരഭ്യവാസനയായി തീരുന്നത് പോലെ ഒരു ചന്ദനമരമായി തനിയെ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും അതിന്റെ സുഗന്ധം, അതിന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. പിന്നെയോ അതിനെ വെട്ടി, അതിനെ ഉരച്ച്, അത് പല രീതിയിൽ ആ ചന്ദനമരത്തെ ആക്കി തീർക്കുമ്പോഴാണ് അത് അതിന്റെ തനി സ്വഭാവത്തെ വെളിപ്പെടുത്തി അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുകയുള്ളൂ. അതുകൊണ്ട് നാം അനുഭവിക്കുന്ന കഷ്ടതകളെ ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ കടന്നു പോകുന്നത്, എനിക്ക് മാത്രം എന്താണ് സഹിക്കാൻ വയ്യാത്ത ഈ വേദനകൾ, മറ്റെല്ലാവരും നന്നായി പോകുന്നുവല്ലോ, അവരുടെ ജീവിതത്തിൽ അതില്ലല്ലോ ഇതില്ലല്ലോ എന്നുള്ള വേദനയോടെ നാം പിറുപിറുക്കുന്നുവെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അവരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അവരോട് അസൂയ തോന്നുന്നു. പലപ്പോഴും നമുക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്നാ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത അല്ലെ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത മറ്റാരും അനുഭവിക്കുന്നുണ്ടാകില്ല. കർത്താവ് എന്നിലൂടെയും നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത് നാം അനേകർക്ക് സൗരഭ്യവാസനയായി തീരണം. ഞാൻ മറ്റുള്ളവർക്ക് ഒരു സുഗന്ധമായി തീരണം, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആനന്ദമായി തീരണം, ഞാൻ മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രെയർ ഗ്രൂപ്പ് കൊണ്ടെല്ലാം നാം ആഗ്രഹിക്കുന്നത് എന്റെ പോരായ്മകളെ നികത്തുവാൻ വേണ്ടി ആവലാതിപ്പെട്ട് എനിക്കത് വേണം, എനിക്കിത് വേണം, എന്റെ മക്കൾ അങ്ങനെ പോണം, എനിക്ക് വീട് വേണം, ഇതെല്ലാം വേണം, ഇതെല്ലാം തരും. അതിലെല്ലാം ഉപരി കർത്താവേ, ഞാൻ ഈ 10:30 വരെ അല്ലെങ്കിൽ 11 മണി വരെ ദൈവസന്നിധി വേറിട്ടിരിക്കുന്നത് ചില ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ, എന്റെ മുഖം കാണുന്നവർ, എന്റെ മുഖത്തിന്റെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കുന്നവർ, അവർ അത് കണ്ട് ഇവളിൽ ക്രിസ്തുവുണ്ട് എന്ന ബോധ്യമായി അവർ ക്രിസ്തുവിങ്കിലേക്ക് വരുവാൻ ഇടയായി തീരണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ദൈവസന്നിധിയിലെ ആയിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൽ ആശ്രയിച്ച് ഞാനും ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കവിത ആന്റി പോയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കവിത ആന്റി പ്രൈസ് ദി ലോർഡ്. ഉണ്ട്. കവിത ആന്റി ഒക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാ. പെന്തക്കോസുകാര് മാത്രമൊന്നുമല്ല, കുറച്ചു പേരേ ഉള്ളൂ പെന്തക്കോസുകാര്. സമുദായ ക്രൈസ്തവരാണ്. പലപ്പോഴും ഞങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോ കവിത ആന്റിയൊക്കെ എത്ര നല്ല രീതിയിലാണെന്നറിയോ ഒരു മനുഷ്യനോട് ഇടപെടുന്നത്. ആന്റിയുടെ പാട്ടും ആന്റിയുടെ സംസാരവും എന്ത് സൗമ്യമായ രീതിയിലാണെന്നറിയാമോ. ആന്റിയുടെ ജീവിതത്തിന്റെ രീതി പലപ്പോഴും എന്നെ ആകർഷിപ്പിച്ചിട്ടുണ്ട്. ഞാനതെന്റെ ഇപ്പൊ ആന്റി ഉള്ളത് കൊണ്ട് ഞാൻ പറയുക. അങ്ങനെ അനേക സഹോദരിമാരുടെ വാക്കുകൾ പലപ്പോഴും തളർന്നിരിക്കുന്നവരെ ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷീണിച്ചു പോയവർ, ജീവിതം മതി എന്ന് പറഞ്ഞ അനേകർ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുണ്ട്. വിദ്യാസമ്പന്നരായ അനേകർ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എനിക്കിനി ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞ് വേദനയോടെ കടന്നു വന്ന സഹോദരിമാരുണ്ട്, യൗവനക്കാരുണ്ട്. എന്നാൽ അവരെ ഒരു വാക്കുകൊണ്ട് ഉയർത്തുവാൻ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലുള്ള അനേക സഹോദരിമാരെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടിവരവുകൾ അനേകരെ കൈത്താങ്ങുന്നതായി തീരട്ടെ. നമ്മുടെ കഷ്ടതകൾ അവരോട് പറഞ്ഞ് അവരെ ക്ഷീണിപ്പിക്കുന്നവരായി തീരാതെ വേണം നാം മനസ്സിലാക്കണം. നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ 10 ദിവസമേ ഉള്ളൂ. 10 ദിവസമേ ഉള്ളൂ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ അത് പറയുന്നു. ഇത് 10 ദിവസം എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ് എങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന കാലങ്ങൾ ദൈർഘ്യമുണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന പ്രശ്നം 10 ദിവസം കൊണ്ട് തീരുമെന്ന് വിശ്വസിക്കുന്നവർ അതങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. കേസുകൾ, മറ്റു പ്രയാസങ്ങൾ, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ ദീർഘിപ്പിക്കത്തില്ല. ഇതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിശ്ചയമായി
ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഈ പ്രതിസന്ധികളും എല്ലാം തീരും. നമ്മുടെ അരുമനാഥനായ മണവാളൻ നമ്മെ ചേർക്കുവാൻ ഈ ഭൂമിയിൽ വരും. അവൻ നമ്മെ കൊണ്ടുപോകും. യുഗായുഗം നിത്യകാലം അവനോട് കൂടെ വാഴുവാൻ, തന്റെ മക്കളും പ്രിയ മക്കളുമാക്കി നമ്മെ നിർത്തുവാൻ നമ്മുടെ കർത്താവിന് നമ്മളോട് കാണിച്ച മനസ്സ്. പ്രിയമുള്ളവരെ, പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന് മീതെ വഹിക്കുന്നത് പോലെ. ഓർത്തു നോക്കിക്കേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ഇങ്ങനെ മറയ്ക്കുമ്പോഴും പരുന്തും കഴുകനും കുറുക്കനും എല്ലാം അതിനെ ചുറ്റി വളയുന്നുണ്ട്. കണ്ണു തെറ്റിയാൽ പിടിക്കുവാൻ പോകുന്നുണ്ട്. പക്ഷെ തള്ളക്കോഴിക്ക് അറിയാം, എന്റെ ചിറകിന്റെ മറവിൽ എന്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവിന്റെ ചിറകിന്റെ മറവിൽ നമ്മൾ സുരക്ഷിതരാണ്. പ്രിയമുള്ളവരെ, ശത്രുവാകുന്ന പിശാച് ഒരു കഴുകനെ പോലെ, ഒരു കുറുക്കനെ പോലെ, ഒരു പരുന്തിനെ പോലെ നമ്മെ റാഞ്ചിക്കൊണ്ടു പോകുവാൻ നമുക്ക് ചുറ്റും വട്ടിട്ട് പറന്നാലും അരുമനാഥന്റെ ചിറകിന്റെ മറവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എന്നെയും നിങ്ങളെയും ഒരു ശത്രുവിനും തകർക്കുവാൻ കഴിയുകയില്ല. പരുന്തായാലും കഴുകനായാലും കുറുക്കനായാലും അത് 10 ദിവസം മാത്രമേ എന്നെ ചുറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന്റെ സമയം കഴിയും, അതിന്റെ വഴിക്ക് പോകും. നമ്മൾ നിത്യയുഗായുഗം അരുമനാഥന്റെ കൂടെ വാഴും. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് മീതെ 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 വഹിക്കുന്നു. നമ്മുടെ നാഥനും നമ്മളെ അതുപോലെ വഹിക്കും. വിശ്വസിക്കണം. സഹിക്കവയ്യാത്തതൊന്നും തരികയില്ല. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം പറയുവാൻ പറഞ്ഞാൽ അനവധി കഷ്ടതയുടേതായ കാര്യങ്ങൾ പറയും. എനിക്കും പറയുവാനുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയാകിയല്ല നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങൾ അനുഭവിച്ച വേദനയായിരിക്കില്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ കപ്പാസിറ്റി അറിയുന്നവൻ, നമുക്ക് എന്ത് സഹിക്കുവാൻ പറ്റുമെന്നറിയുന്നവൻ 10 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരിക്കലും 50 കിലോ വെയിറ്റ് കൊടുക്കത്തില്ല. കൊടുക്കുവോ? അവന് പറ്റുന്നതേ കൊടുക്കത്തുള്ളൂ. ഈ ലോകത്തിലെ പിതാവോ മാതാവോ മനുഷ്യരോ അങ്ങനെ പരിഗണിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ എത്രത്തോളം പരിഗണിക്കും. അതുകൊണ്ട് ഇത്രയും വലിയ കഠിന ശോധനയിലൂടെ ഞാൻ കടന്നുപോയെന്ന് ആരും പറയരുത്. അത് നമുക്ക് ചുമക്കാവുന്നതേ ഉള്ളൂ, അത് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളെക്കാൾ നമ്മളെ അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ ഞാനും നിങ്ങളും തളർന്നു പോകുകയില്ല. നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ കഷ്ടതകൾക്കൊരു പരിധി വെച്ചിട്ടുണ്ട്. പരിധിക്കപ്പുറമായി നിത്യയുഗായുഗം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്റെയും നിങ്ങളുടെയും കൂടാരങ്ങളിൽ മുഴങ്ങും. അതിനായി വലിയവനായ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. അതിനായി നമുക്കൊരുങ്ങാം. പ്രത്യാശയോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരം നൽകിയ കർത്താവിന്റെ ദാസിയോടും എന്നെ ഇതുവരെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ. ആമേൻ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശം കർത്താവെ ഞങ്ങളെ അറിയിച്ച സിസ്റ്റർ സന്ധ്യ മനോജിനോടുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. കേൾക്കപ്പെട്ട ആലോചനകൾക്ക് മുൻപില്, ദൂതുകൾക്ക് മുൻപില് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഇപ്പം ഇതിനകത്ത് ഒരു ബീന എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഒരു പ്രാർത്ഥനാ വിഷയം എഴുതി കാണിച്ചിട്ടുണ്ടേ. ഞാനും അത് കണ്ടു. ഞാൻ രശ്മി സിസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറയാമായിരുന്നു. ആ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദൈവ പ്രവൃത്തി രശ്മി സിസ്റ്ററെ. പ്രൈസലോട്. നാളെ രശ്മി സിസ്റ്റർ തിരിച്ചു ബോംബെക്ക് പോവുകയാണ്. കഴിഞ്ഞൊരു മാസം നാട്ടിലുണ്ടായിരുന്നു.
അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്ര ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഇപ്പം പ്രാർത്ഥിക്കണം. അതുപോലെ ആ ബീനെ ഓർത്ത് പ്രാർത്ഥിക്കുക. യൂട്രസിൽ മുഴയുണ്ട്, തലമുറയില്ല, ഭവനമില്ല. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ടാണ് കയറിയേക്കുന്നത്. രേസ്മിസ്റ്റർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ക്ലോസിംഗ് പ്രയർ കൂടെ ചെയ്യേ. ജെഫിൻ ബ്രദറെ ആശീർവാദം പറഞ്ഞേക്കണേ. ഹല്ലേലൂയ. ദൈവമേ കർത്താവെ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അപ്പച്ച അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കർത്താവെ നീ ഞങ്ങളെ കേൾപ്പിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവെ. വ്യക്തമായും ശക്തമായും കർത്താവെ നിന്റെ ദാസിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വീണ്ടും അപ്പച്ച ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് ദൈവം ഏതൊക്കെ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് ആഗ്രഹിക്കുന്നു, അതേ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ, ഞങ്ങളുടെ പ്രവൃത്തികളിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിയ ചെയ്ത് കർത്താവെ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാന് പിതാവെ അങ്ങ് സഹായിക്കേണ്ടതിന് ഏൽപ്പിക്കുന്നു. വീണ്ടും നിന്റെ ദാസിയെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഏറിയ ജ്ഞാനത്തോടെ, അഭിഷേകത്തോടെ, അധികാരത്തോടെ ദിവസങ്ങളിൽ വീണ്ടും അധികമായി പിതാവെ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാന്, തൻ്റെ എല്ലാ ശുശ്രൂഷകളിലും കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടുവാനും പിതാവെ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ശക്തിയോടെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടതിന് ഒരിക്കൽ കൂടി പിതാവിന്റെ കരങ്ങളിലേക്ക് അവരെ കുടുംബമായി ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബീന സിസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ പ്രിയദാസിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ താൻ യൂട്രസിൽ ഹാലിലെ മുഴയാൽ ഭാരപ്പെടുന്നുവെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ, സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ തന്നെ നിന്റെ മകളുടെ മേൽ വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ കാൽവറി ക്രൂശിന്റെ ഹാലിലിയ ശക്തി കർത്താവെ നിന്റെ പുറം ഉഴവ് ാലുകൾ പോലെ കീറി ആ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ. സാക്ഷാൽ അവൻ നമ്മുടെ വ്യാധികളെ ചുമന്ന് അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നു എന്ന് അങ്ങയുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആ ക്രൂശിന്റെ ശക്തി ഇപ്പോൾ നിന്റെ മകളെ തൊടട്ടെ കർത്താവെ. താനായിരിക്കുന്ന ഇടത്ത് ഇപ്പോൾ കർത്താവെ ഉദരത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവെ. ആ യൂട്രസിനുള്ള ഹാല മുഴ യേശുവിന്റെ നാമത്തിൽ ഡിസപ്പിയർ ആകട്ടെ, ഡിസപ്പിയർ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഉച്ചന്തലം മുതൽ ഉള്ളംകാൽ വരെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം നിന്റെ ദാസിയുടെ മേൽ ഞങ്ങൾ തളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. അസ്ഥികളിലേക്ക്, ഞരമ്പുകളിലേക്ക്, രക്തധമനിക്കുള്ളിലേക്ക് ആ ക്രൂശിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവെ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വേരോട് പറിച്ചെടുക്കുകയാണ് കർത്താവെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചോട്ടുവാൻ അധികാരം തന്ന നസ്രനായ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവ് അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ നിന്റെ മകളുടെ മേല് വെളിപ്പെടട്ടെ കർത്താവ്. വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തില് പൂർണ്ണമായ സൗഖ്യം ഞങ്ങൾ കൽപ്പിച്ചാക്കുകയാണ് യേശുവേ. കർത്താവെ നിന്റെ മകൾ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ, ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ കരം വെളിപ്പെടണമേ കർത്താവെ. മക്കളെ ഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവന്റെ പ്രതിഫലമെന്ന് അങ്ങയുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ കർത്താവെ നിന്റെ ദാസിയുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടണമേ അപ്പാ. മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് നെടിലിട്ടപ്പോൾ അസാധ്യം സാധ്യമായതുപോലെ ഈ ദിവസങ്ങളിൽ അപ്പച്ചാ പരിശുദ്ധാത്മാവ് നിന്റെ മകളുടെ ആലിയ ഉദരത്തിൽ പരിവർത്തിക്കട്ടെ, പരിവർത്തിക്കട്ടെ, പരിവർത്തിക്കട്ടെ. തലമുറയെ കൊടുക്കാതെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങളെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എല്ലാ ശാപങ്ങളും പൊട്ടി മാറട്ടെ കർത്താവെ. എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ ഞങ്ങൾ അഴിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. എല്ലാ കെട്ടുകളും പൊട്ടി ഇപ്പോൾ നിന്റെ മകൾ സ്വതന്ത്രമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ കർത്താവെ. ഈ ദിവസങ്ങളിൽ തന്നെ കൺസീവ് ആകുവാൻ പരിശുദ്ധാത്മാവിന്റെ ഫലം നിന്റെ മകളുടെ മേൽ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്ന കർത്താവെ. എല്ലാ കെട്ടുകളെ അഴിച്ച് നിന്റെ മകളെ ദൈവം സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട തലമുറയുമായി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കുടുംബമായി ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിതാവെ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്നത്, പ്രാർത്ഥിച്ചത് തന്റെ ജീവിതത്തെ വലിയ വിടുതലായി അനുഗ്രഹമായെന്ന് കേൾപ്പാൻ തക്കോണം ദൈവമേ നിന്റെ മകളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇതുവരെയും ദൈവമേ കർത്താവെ നീ ഞങ്ങളെ സൂക്ഷിച്ച് ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന ഓരോ
ഓരോ പ്രിയപ്പെട്ടവരെ അപ്പച്ചാ നിന്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. ഇന്ന് കൂടി വന്ന ഓരോ ജനത്തെയും പിതാവേ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണം കർത്താവേ. ഈ മീറ്റിംഗിൽ കൂടി വരുന്ന ഓരോ കുടുംബങ്ങളും ദിനം പ്രതി അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവേ അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദിയോടന്തം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ പ്രവർത്തിച്ചു കൊണ്ടിരുന്നല്ലോ കർത്താവേ. എല്ലാം ഇത്രത്തോളം ദൈവം അനുഗ്രഹമാക്കിയല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം മുഴുവനും കുടുംബമായി ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, എല്ലാ ഇടങ്ങളിലും പിതാവേ നീ ഞങ്ങളെ സൂക്ഷിച്ചു. ജോലി സ്ഥലങ്ങളിലോ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ ആയിരുന്നവരെ പിതാവ് പരിപാലിച്ചു. കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുത്തെ ചിറകടിൽ മറച്ചു. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി, കരുതലിനായി, കരുണയ്ക്കായി ഒരിക്കൽ കൂടി പിതാവേ ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായി, അനുഭവങ്ങൾക്കായി, നന്മകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും രാത്രികാലം വലിയ ദർശനങ്ങളെ, സ്വർഗീയ നന്മകളെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും അപ്പ ഓരോ പ്രിയപ്പെട്ടവരെ നിറച്ച് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് എത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന ത്രിയേക ദൈവത്തിന്റെ സംസർഗവും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോടും ഈ സൂമി മീറ്റിംഗിന്മേലും, വിവിധ രാജ്യങ്ങളായിരിക്കുന്ന ജനത്തിന്മേലും, പുലവുള്ള മനുഷ്യരാശിയുള്ളവളെ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വരേണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Amen. Amen. God bless you all. Good night all. Thank you. Thank you. Hallelujah. ബീനസ്റ്റ എവിടുന്നാ കേറുന്നേ? എന്തോ? ജോയമ്മ സിസ്റ്റർ ഈ നമ്പർ അയച്ചു തന്നതേ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ കേറിയത് ഞാൻ പുനലൂരിന്നാ. ഓക്കെ ഓക്കെ. പുനലൂരിന്നാ. ഓക്കെ. കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? 3 വർഷമായേ. ടൈഫോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഓക്കെ. അതിനേക്കാൾ വലിയതല്ലയോ ദൈവം. തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കുന്നേ. ലൈവ് മ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും.